പാപവും അതിൻ്റെ അനന്തരഫലങ്ങളും എന്നതാണ് ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. പുണ്യവും അതിൻ്റെ അനന്തരഫലങ്ങളും എന്നായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഏറ്റവും അവസാനത്തെ ആഴ്ച അല്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്, തൊട്ടു മുമ്പത്തെ ആഴ്ച നടത്തിയ എൻ്റെ സംസാരം. തിന്മകൾ സമൂഹത്തിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ തിന്മകൾക്കും വെറൈറ്റി രൂപങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലുകയാണെങ്കിൽ കൊല്ലലിൻ്റെ ഏറ്റവും പോസ്റ്റ് മോഡേൺ മെത്തേഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചതിക്കുകയാണെങ്കിൽ ചതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു പൊതുവായ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു സംഗതി നിരന്തരം കാണുകയും കേൾക്കുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്താൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ കാര്യമായി മാറുന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒലുഹിയത്തിൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറുക്കാൻ വരുന്ന ആൾക്കാർ ഒരു 1.5 മിനിറ്റ് കൊണ്ട് തള്ളിയിട്ടിട്ട് കത്തി ഒരു അർത്തോളി അറിയും. അവർക്ക് അതൊരു പ്രശ്നമല്ല. അത് വളരെ സിമ്പിളായിട്ട് അവർ തള്ളിയിടുന്നു, നമുക്ക് കത്തി തരുന്നു, നമ്മളാ കത്തിയൊക്കെ പിടിച്ചിങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് ബേജാറായി അല്ലേ. നമ്മൾ ഈ ഒലുഹിയത്തിന് മാത്രമായിരിക്കും അറക്കുന്നുണ്ടാകുക എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വീട്ടിൽ ഈ കുട്ടികളെ കാര്യങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു അനക്കം ഉണ്ടാവില്ല, കുട്ടി ഇങ്ങനെ പൊളിക്കുണ്ട് അവിടെ കിടന്നിട്ട്. ഞമ്മക്കത് കേൾക്കുമ്പോൾ തന്നെ ആകെ കൂടെ പാഞ്ഞ് ഇതാവും. അപ്പോൾ പെണ്ണുങ്ങൾ എന്താ പറയുക, അത് നിങ്ങളോട് കുറച്ചു നേരം ഉണ്ടായാൽ മതി, അപ്പോൾ ശരിയാവും അറിയും. ഇത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ട് 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 അവരെ തലച്ചോറിൽ ഇതിനൊരു ലെവലുണ്ട്. ആ ലെവലിൻ്റെ മേലേക്ക് പോയാൽ ഓല് സജീവമാവും. വേഗം കുട്ടീനെടുക്കും, ബാക്കി കാര്യങ്ങളാകും. മറ്റേത് ഉമ്മാൻ്റെ പിന്നാലെ കുട്ടി അങ്ങനെ നടക്കും, ഉമ്മ പണിയെടുത്ത് അടുക്കളയിൽ കൂടെ അങ്ങനെ നടക്കും. ഇങ്ങനെ ഉണ്ടാകുക. ഞാൻ ഈ നോർമലൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പം അതുകൊണ്ട് തന്നെ തിന്മകളൊക്കെ പൊതുവെ നിരന്തരം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും പത്രം ഇതാക്കിയാലും, ഇപ്പം സോഷ്യൽ മീഡിയ ഒന്നും തീരെ ശ്രദ്ധിക്കണ്ടെന്ന് തീരുമാനിച്ചു, തുറക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചു കേട്ടോ. വളരെ അനിവാര്യമായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ പീസ് റേഡിയോ ഫണ്ടിങ്ങും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും അങ്ങനെയും വേണമല്ലോ ഒരു സംഭവം എന്നുള്ള നിലക്ക് കുറച്ചൊരു സ്ട്രിക്റ്റായിട്ട് വെച്ച് നോക്കി. എന്നാലും നമ്മളിതൊക്കെ കേൾക്കും. താഴക്കോട് 3 കുട്ടികളെ കുത്തി എന്നുള്ളത് 3-ാമത്തെ മിനിറ്റിൽ അറിഞ്ഞു. സോഷ്യൽ മീഡിയ നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വളരെ തുടർച്ചയായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സാക്ഷിയാകുന്നതൊക്കെ തിന്മകൾക്കാണ്. മാത്രമല്ല, തിന്മകളുടെ ഏറ്റവും വലിയ പ്രചോദനങ്ങളാണ് നമ്മളെ മുന്നിൽ. തിന്മയുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് സ്വകാര്യ ജീവിതം തകരുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പുറത്ത് നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഭയങ്കര സംഭവം, നല്ല പ്രഭാഷകൻ, നല്ല സംഘാടകൻ, രാത്രി നിസ്കാരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആൾ പക്ക. പക്ഷേ ഒറ്റക്കാകുന്നിടത്ത് വേറൊരു പരിപാടിയും വേറൊരു സ്വഭാവം വേറൊരു രീതിയും. ഇവിടെയാണ് ഇത് ആദ്യം പൊളിയ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വിഷയം ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണമാണ് പറയുന്നത്. തിന്മകൾ വളരെ ശക്തമായി നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് തിന്മകൾ നമ്മളിൽ എന്തെല്ലാം സൃഷ്ടിക്കും, എന്തെല്ലാം സംഭവിപ്പിക്കും എന്നത് ഗൗരവപൂർവ്വം നമുക്ക് ആലോചനാ വിധേയമാക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വാസി എങ്ങനെയാണ് പാപത്തെ കാണേണ്ടത് എന്നതുകൊണ്ട് പറഞ്ഞു തുടങ്ങാം. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ബാബു തൗബയിൽ കിതാബു ദഅവാത്തിൽ 6308 ഹദീസായി ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു, വിശ്വാസി അവൻ്റെ പാപങ്ങളെ കാണുന്നത് അന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, അവൻ്റെ മേലെ വീഴാനിരിക്കുന്ന ഒരു വലിയ മലയുടെ താഴെ അവനിങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിങ്ങിലായിരിക്കും. മേലെ ഒരു തേങ്ങ ചാടാനുണ്ടെന്ന് തോന്നിയ നമ്മളൊരവസ്ഥ എന്താ? മലയൊക്കെ അവിടെ കിട്ടെ അല്ലേ. ഒരു പട്ട ചാടാനുണ്ടെന്ന് തോന്നിയ നമ്മളെ അവസ്ഥ എന്താണ്? എന്നാൽ ഒരു മല തന്നെ തൻ്റെ തലക്കു മീതെ വരാനിരിക്കുന്നുണ്ട് എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ശ്രദ്ധ ഉണ്ടാവും? വരുമോ പടച്ചോനെ, ഇത് പോരുമോ, മഴ പെയ്യുന്നുണ്ട്, ഇടിവെട്ടുന്നുണ്ട്, ഒന്നായിട്ട് വയനാട് മോഡലും കിട്ടി ഇറങ്ങുമോ? അയാളിങ്ങനെ വളരെ അസ്വസ്ഥനായിരിക്കും.
വിശ്വാസി പാപത്തെ കാണുന്നത് അങ്ങനെയാണ്. ആ പാപം വരുമോ, അതുണ്ടാകുമോ, അതെൻ്റെ അടുത്ത് സംഭവിക്കുമോ എന്ന് അയാൾ ഇങ്ങനെ അതിനെക്കുറിച്ച് വളരെ ഭയത്തോടുകൂടെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. എന്നാലോ ഇന്നൽ മുനാഫിഖ, എന്നാൽ കപട വിശ്വാസിയാണെങ്കിലോ യറാ ദുനൂബഹു, അയാൾ പാപത്തെ കാണുന്നത് കദുബാബിൻ വഖഅല അൻഫിഹി, അവൻ്റെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചനെ പോലെയാണ്. മൂക്കിലൊരു ഈച്ച വന്നിരുന്നാൽ അതൻ തട്ടും, പിന്നെ അപ്പം തന്നെ മറക്കും, പിന്നെ അടുത്ത ഈച്ച വരുമ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം എത്ര ഫിറ്റാണ്. അതിൻ്റെ കാരണം ഇത് വഹയിൻ്റെ ഉദാഹരണങ്ങളാണ്, ഇത് പടച്ചോൻ കൊടുത്ത വഹയിൻ്റെ ഉദാഹരണങ്ങളാണ്. അതാണ് അത്ര ഷാർപ്പാകാനുള്ള കാരണം. അപ്പം ഇത് വെച്ച് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തണം. സംസാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, സംസാരം നടത്തുമ്പോൾ എൻ്റെ അടുത്ത് കളവ് വരുന്ന, പരിഹാസം വരുന്ന, എനിക്ക് പാപം തരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഭയത്തോടു കൂടിയാണോ സംസാരിക്കാറ്? ഓരോ വാക്കും പറയുമ്പോൾ എനിക്കൊരു സൂക്ഷ്മത ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഭയം എൻ്റെ ഉള്ളിൽ വെക്കണുണ്ടോ? വെക്കണില്ലെങ്കിൽ മൂമിനും മുനാഫിക്കും ആ വിഷയത്തിൽ അവിടെ വേർതിരിയുന്നുണ്ട്. നമ്മൾ വളരെ ഭയത്തോടു കൂടെ ആലോചിക്കേണ്ട കാര്യമാണ്. സമപ്രായക്കാരായ ആളുകൾ വട്ടം കൂടുന്നിടത്ത്, കടത്തിണ്ണകളിൽ അങ്ങനെ തുടങ്ങി ഒരു വ്യക്തിയെ പറ്റി പറയുന്നിടത്ത് അല്ലേ ഒക്കെ ഒരു വിശ്വാസിയാണെങ്കിൽ എന്താ ചെയ്യുക? ഒരാളെടുത്ത് നിനക്ക് വല്ലൊരിടത്തുനിന്നും വല്ല മോശം അനുഭവം ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ വിലയിരുത്തി അഹ്ലുസുന്നയിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നബിയിലേക്ക് എത്തിയിട്ടില്ല സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരികളെയും വാചകങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്കൊരാളെടുത്തു നിന്നൊരു വിഷമകരമായ അവസ്ഥ ഉണ്ടായാൽ ഫൽതമിസ് ലഹു 70 ഉദ്റ, നീ അയാൾക്ക് വേണ്ടി 70 ഉദ്റിനെ തിരയണം. എന്താ അങ്ങനെ പറഞ്ഞ? അമ്മായിമ്മ എന്തോ ഒരു ഡയലോഗ് ഇട്ടു. അപ്പം മരുമോൾക്കത് ഭയങ്കര വേദനയായി. മരുമോൾ ഇങ്ങനെ ആലോചിക്കുക, അത് ഉമ്മാക്ക് പ്രായമായിട്ടാണ്, സാരല്ല, അതാണ് ഉതിർ കേട്ടോ. അപ്പം തന്നെ ശൈത്താൻ വന്നുകൊണ്ട് മൂപ്പിക്കും. എന്താ മൂപ്പിക്കുക? അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമോനോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, മറ്റേ മരുമോളാണേ. കുഞ്ഞുമോനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നോട് മാത്രം എന്താ അങ്ങനെ പറഞ്ഞു? അപ്പോൾ അത് പൊളിഞ്ഞു, ആദ്യത്തെ ഉതിർ പൊളിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഉതിർ ചിന്തിക്കുക, അത് എന്നോട് കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ, ഞാൻ അങ്ങനെ ഇഷ്ടമുള്ളവരോട് കുറച്ച് കനപ്പിച്ച് പറയുന്ന ആളാണ്. അപ്പോൾ ശൈത്താൻ വന്ന് വീണ്ടും പൊളിച്ചു. അങ്ങനെയാണ് മോളോട് നിങ്ങളെക്കാളും ഇഷ്ടമല്ലേ, മോളോട് അങ്ങനെ ആക്കിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ഉതിറും പൊളിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കണം, ഉതിറൊക്കെ ശൈത്താൻ അങ്ങനെ പൊളിച്ചു തരും. അങ്ങനെ 70 വരെ തിരഞ്ഞു. അമ്മായിമ്മ പറഞ്ഞതിന്, അല്ലെങ്കിൽ മരുമോള ചെയ്തതിന്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാ സംസാരിച്ചതിന്, അല്ലെങ്കിൽ മീറ്റിംഗിൽ നിന്ന് മറ്റേ ചങ്ങായി സംസാരിച്ചതിന്, അല്ലെങ്കിൽ നമ്മളെ വണ്ടിൻ്റെ ബാക്കിൽ വന്ന മറ്റേ ചങ്ങായി അമർത്തി ഓണടിച്ചതിന് ഒന്നൊരു ന്യായവും കിട്ടണില്ല. പ്രതി ആരാ? ഈ പറഞ്ഞ ആൾ തന്നെ, ഈ ഓണടിച്ച ആൾ തന്നെ. അപ്പം അഹ്ലുസുന്ന പറയാണ് ഫൽതമിസ് ലഹു 70 ഉദ്റ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയാണ് ലഅല്ലി ലാ അരിഫുഹു, എനിക്കറിയാത്ത എന്തോ ഒരു കാരണം ഉണ്ട്, അതുകൊണ്ടായിരിക്കും, സാരല്ല. ഈ ചിന്തയിലായിരിക്കും അയാളുടെ സംസാരത്തെ അയാൾ കൊണ്ടുപോകുക. അയാൾ പൈസ ഇങ്ങനെ എണ്ണാണ്, ഓരോ ദിവസത്തെയും വരുമാനം ഇങ്ങനെ എണ്ണാണ്. ഇതിൽ ഹറാമിൻ്റെ വല്ലതും ഉണ്ടോ പഠിച്ചോനെ? ഇതിൽ ഹറാമിൻ്റെ വല്ലതും ഉണ്ടോ? പാപത്തെ വിശ്വാസി കാണാൻ എങ്ങനെയാണ്? ഞാൻ എൻ്റെ വരുമാനത്തിൽ പാപമുണ്ടോ പഴവുണ്ടോ? അതിപ്പോൾ ഈ കാലത്ത് ഇപ്പം ഇങ്ങനെയല്ല നടക്കും, എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യല്. അതാ മൂക്കുമ്പോൾ ഒന്ന് ഈച്ച പോണ മറ്റേ പരിപാടിയാണ്, മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? അയാൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാണ്, അയാൾ ഷോർട്സ് കാണുകയാണ്. ഷോർട്സ് പേന് കോമഡി ഒന്നും കാണുന്നതിന് പ്രശ്നമല്ല. ഓരോരുത്തർക്ക് ചെയ്ത്താൻ കൊടുക്കണ ഓരോ ഇതറാണ് കേട്ടോ. അപ്പോഴോ കോമഡിയൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരുന്ന് അല്ലേ. അപ്പോ പാപത്തെ വിശ്വാസി എങ്ങനെ കാണുന്നു, മുനാഫിഖ് എങ്ങനെ കാണുന്നു എന്നത് വളരെ കൃത്യമായി മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ ഉദാഹരണത്തിലൂടെ തന്നെയാണ് അടുത്ത കാര്യം പഠിപ്പിച്ചത്. കൊച്ചു കാര്യങ്ങൾ, വെള്ളടിക്കണില്ല, വ്യഭിചരിക്കണില്ല, ലോട്ടറി എടുക്കണില്ല, ആരെയും കൊന്നിട്ടില്ല, ആരെയും കോളറിന് പിടിച്ചിട്ടില്ല, ആരെയും തച്ചിട്ടില്ല, ആരും കട്ടിട്ടില്ല, ഒന്നുമില്ല, നല്ല ആളാ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇവരെങ്ങനെയാണ് പറ്റിക്കപ്പെടാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇയ്യാക്കും വമുഹഖറാത്തിദ് ദുനൂബ്, നിങ്ങൾ പാപങ്ങളെ നിസ്സാരമായി കാണുന്നതിനെ നിങ്ങൾ ശരിക്കും പേടിക്കണം. ഫഇന്നഹുന്ന ഇജ്തമഅന അല റജുലി ഹത്താ യുഹ്ലികഹുൻ ഹത്താ
യുഹ്ലിക്കുഹു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഫൈന്നഹുന്ന ഇജ്തമഅന, അത് ഒരുമിച്ച് കൂടും ആ വ്യക്തിൻ്റെ അടുത്ത്, ആ പാപങ്ങൾ ഒരുമിച്ച് കൂടും. ഹത്താ യുഹ്ലിക്കന്നഹു, അവനെ നശിപ്പിക്കും, അവനെ നരകത്തിലേക്ക് എത്തിക്കും വിധം. അപ്പൊ സ്വഹാബത്തിന് ഈ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നിയപ്പം അള്ളാഹുവിൻ്റെ റസൂല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായൊരു ഉദാഹരണം പറയാണ്. എന്താണ്? കമസലി ഖൗമിൻ, കുറച്ച് മനുഷ്യന്മാരെ പോലെ, നസലു അർദ ഫലാത്ത്, അവർ ഒരു മരുഭൂമിയിലെത്തി. ഫഹളറ സനീഉൽ ഖൗമി ഫജഅല അർറജുലു യൻതലിഖു ഫയജീഉ ബിൽ ഊദി വറജുലു യജീഉ ബിൽ ഊദി. ഭക്ഷണം ഉണ്ടാക്കാനുള്ള പുറപ്പാടിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ഓരോരുത്തരും മരുഭൂമിയിൽ ഇങ്ങനെ തെരഞ്ഞു നടന്ന് ഓരോ വിറകിന്റെ കൊള്ളിയും കൊണ്ട് വന്നു. ഓരോരോ വിറകിന്റെ കൊള്ളിയും കൊണ്ട് വന്നു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ജമഉ സവാദൻ, അവിടെ വലിയൊരു കൂട്ടം വിറക് അവർ ശേഖരിച്ചു. ഓരോരുത്തരും ഓരോ കൊച്ചു കൊച്ചു വിറകെ കൊണ്ടുവന്നിട്ടുള്ളൂ, പക്ഷേ വലിയൊരു കൂട്ടം വിറക് അവിടെ ശേഖരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ അവർ തീ കത്തിച്ചു. ഇതേപോലെയാണ് കൊച്ചു കൊച്ചു പാപങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ ചെയ്ത നന്മകളെ അതിങ്ങനെ ഇല്ലാതാക്കും. അവസാനം അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, തിഹാമാ പർവ്വതത്തോളം നന്മയുമായി വരുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാകും. പക്ഷേ അവർ ചെയ്ത ഇത്തരം കൊച്ചു 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 പാപങ്ങൾ, ചെറുതല്ലേ എന്ന് വിചാരിക്കുന്ന തിന്മകൾ, അപകടകരമായി പരിഗണിക്കാത്ത തിന്മകൾ, അതിലൂടെ എന്ത് ചെയ്യും? അവരുടെ ആ നന്മകളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കും. അവർ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ദുന്യാവിന്റെ ഒരു ആസ്വാദനം കിട്ടിയതുമില്ല, പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 7-ാം വയസ്സിൽ കൂടിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 9 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി മാത്രം ഇടത്തും വലത്തും രാവും പകലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന ആള്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വഫാത്തായ സ്വഹാബി. അദ്ദേഹം പറയാണ്, സ്വഹാബത്തിനോട് പറയാണ്, താബഈങ്ങളോട് പറയാണ്, ഇന്നക്കും ലതഅമലൂന അമലൻ ഹിയ അദഖു ഫീ അയുനികും മിനശ്ശഅരി വകുന്നാ നഉദ്ദുഹാ ഫീ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. നിങ്ങൾ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊരു മുടി ഇഴയോളം നിസ്സാരായിട്ടാണ് കാണുന്നത്. വകുന്നാ നഉദ്ദുഹാ ഫീ അഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ കാലത്ത് അതിനെ കണ്ടിരുന്നത് മിനൽ മൂബിഖാത്ത്, വൻപാപങ്ങളായിട്ടാണ്. ഞങ്ങളതിനെ കണ്ടിരുന്നത് വൻപാപങ്ങളായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അപ്പൊ പ്രവാചകന്റെ സ്വഹാബത്ത് അത്രയും മികച്ചു നിൽക്കാനുള്ള കാരണം അതാണ്. നമ്മള് 7 മഹാപാപങ്ങൾ എന്നുള്ളതിലേക്ക് കാണുന്ന കാര്യത്തെ പോലെയാണ് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയും കണ്ടിരുന്നത്. അഥവാ തലയിൽ വീഴാനിരിക്കുന്ന പർവ്വതത്തെ പോലെ അവർ പാപങ്ങളെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപത്തിന്റെ പരിണിതികൾ ഒന്നും ഉണ്ടായില്ല. പാപം ഒരു വ്യക്തിക്ക് നൽകുന്ന അപകടങ്ങളും പരിണിതികളും ഒന്നും ഉണ്ടായില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പാപം ചെയ്യുന്നവരെ 2-3 ഇനമാക്കി തിരിച്ചിട്ടുണ്ട്. അൽ ജാഹിലു, വിവരല്ലാതെ ചെയ്യണോൻ. മുടി ഇങ്ങനെ കറുപ്പിക്കാണ്, കറുപ്പേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്തതൊക്കെ കൊടുക്കാം അല്ലേ? കറുപ്പ് കൊടുക്കാൻ പറ്റൂല, ചുവപ്പ് കൊടുക്കാം, കറുപ്പല്ലാത്ത കളർ കൊടുക്കാം. പക്ഷെ ഒരാൾ മുടിയൊക്കെ കറുപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ്, അയാൾക്ക് അതിൻ്റെ അപകടമൊന്നും അറിയില്ല. അയാൾ ആരാണ്? അൽ ജാഹിലു കൽ മയ്യിത്ത്, മരിച്ചെടുക്കുന്ന ഒരാളെ പോലെയാണ്, അയാളൊന്നും അറിയണില്ലല്ലോ. ഇനി വന്നാസി നായിം, ഒരാൾ മറന്നാണ് ഒരു കാര്യം ചെയ്തത്. നല്ല ദാഹം, നല്ലൊരു സോഡാ സർവത്തണ് വാങ്ങി കുടിച്ചു, നോമ്പല്ലേ, അയാൾ ഉറങ്ങിയവനെ പോലെയാണ് കേട്ടോ. പിന്നെ വൽ ആസി സക്രാൻ, എന്ന പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളോ, അയാൾ ഒരു ലഹരി ബാധിച്ചവനെ പോലെയാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞു, വൽ മുസിർ, ആ പാപത്തിൽ ഉറച്ചു നിൽക്കുന്ന ആള്, അയാൾക്കത് തെറ്റാണെന്നറിയാം, അത് പാടില്ലെന്നറിയാം, അതിൻ്റെ തെളിവുകൾ അറിയാം, അയാൾ അത് കേട്ടിട്ടുണ്ട്, അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ തന്നെ തുടരുകയാണ്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ അത് ഫർളാണെന്നും ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് അല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം വീടുമോ എന്നുള്ള വിഷയത്തിൽ വരെ സംശയമുണ്ടെന്നും, ഉദറുണ്ടെങ്കിൽ വീടുന്ന പറഞ്ഞ ആ ഉദർ സ്വഹാബത്ത് പരിഗണിച്ച ഉദറുകളൊക്കെ രോഗങ്ങൾ, അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. ജോലി ചെയ്ത സ്ഥലത്ത്
ജോലിയിലേർപ്പെട്ട് അസറുസല നഷ്ടപ്പെട്ടപ്പോൾ അസറുസല നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ താൻ ജോലി ചെയ്തിരുന്ന തൻ്റെ കൃഷിയിടം അത് ഫുഖറാക്കൾക്ക് വിഭജിച്ചു കൊടുത്തു. എനിക്ക് വേണ്ട, എൻ്റെ അസർ നഷ്ടപ്പെടുത്തിയ ഈ കൃഷിയിടം എന്ന് പഠിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ അയാൾ കേട്ടിട്ടുണ്ട്. അയാളെ പെണ്ണുങ്ങളും കേട്ടിട്ടുണ്ട്. പോകാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പോണ്ടേ മനസ്സാന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൽ തുടരുന്ന അയാൾ നശിച്ചു പോകുന്നവനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഫമിമ്മാ യംബഗി അൻ യഅലമ അന്ന ദുനൂബ വൽ മആസി തദുറു വലാ ബുദ്. പാപങ്ങളും തിന്മകളും നമുക്ക് ദ്രോഹമുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. വ അന്ന ലററഹാ ഫിൽ ഖൽബി ക ലററി സുമൂമി ഫിൽ അബ്ദാൻ. പാപങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന പരിക്കെന്താണ്? വിഷം ശരീരത്തിൽ ഉണ്ടാക്കുന്ന പരിക്കാണ്. എന്തെങ്കിലും വിഷം ശരീരത്തിൽ കയറിയ എന്താണോ ദോഷം, അത് രക്തചംക്രമണ പ്രക്രിയയെ തകർക്കും, അത് ആ വ്യക്തിയുടെ ഹൃദയത്തെ നിശ്ചലമാക്കും, ആ വ്യക്തി മയ്യത്താകും, അല്ലേ എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യും? പാപത്തിന്റെ എല്ലാ പ്രശ്നവും ചെന്ന് പതിക്കണ ആദ്യത്തെ ഇടം കൽബാണ്. കല്ലാ ബർറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയങ്ങൾക്ക് കറുപ്പ് അണിയിക്കപ്പെട്ടത്, അവരുടെ ഹൃദയങ്ങൾക്ക് കറുത്ത കുത്തുകൾ ഏൽക്കപ്പെട്ടത് ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത തിന്മകൾ കാരണമാണ് എന്നാണ്. അലാ ഇഖ്തിലാഫി ദറജാതിഹാ ഫിൽ ദറർ. ഈ ദ്രോഹം ആ തിന്മയുടെ ലെവൽ അനുസരിച്ച് അതിൽ വ്യത്യാസമുണ്ടാകും. വഹൽ ഫി ദുനിയ വൽ ആഖിറ ശർറുൻ വദാഉൻ ഇല്ലാ സബബുഹു അദ്ദുനൂബ് വൽ മആസി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ദുന്യാവിലും പരലോകത്തും ഉണ്ടാകണേ എല്ലാ രോഗങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ദുരന്തങ്ങൾക്കും കാരണം, അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ കാരണം പോലും, ശാരീരിക രോഗങ്ങളുടെ കാരണം പോലും മനുഷ്യൻ ചെയ്യുന്ന പാപമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് പാപങ്ങളുടെ ഒരു 8, 10, 12 എത്രയാണോ നമ്മളെ സമയത്തിൻ്റെ ഉള്ളിൽ, അടുത്ത ഷാഫി സഭായി എത്തുന്ന സമയം വരെ ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ കൊള്ളണത്ര അനന്തരഫലങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. അതിലൊന്നാമത്തെ എന്താ അറിയോ? ഏറ്റവും വലിയ ദുരന്തം പുണ്യങ്ങളുടെ അവസരം നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയുന്ന എത്ര പുണ്യങ്ങളുണ്ട്. ഒരു കൊച്ചു ശ്രദ്ധ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ എത്ര പുണ്യങ്ങളുണ്ട്, എത്ര ദിക്റുകളുണ്ട് അറിയണത്. എന്നിട്ട് എന്താ അത് ചൊല്ലാൻ പറ്റാത്തത്? സുബ്ഹാനല്ലദീ, ചെല്ലുകളി, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ദിക്ർ അറിയാം, പക്ഷെ എന്ന് വണ്ടി എടുത്തപ്പോൾ ചൊല്ലിയവരുണ്ടാവും, ചൊല്ലാത്തത്ര അങ്ങനെ ആളുണ്ടാവും. എന്താ പ്രശ്നം? ഇനി ബിസ്മില്ല എന്ന് ചൊല്ലേണ്ട എത്ര സ്ഥലമുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചത് അങ്ങനെ ചൊല്ലുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല ഉണ്ട്. ഒരാൾ ചൊല്ലിയാൽ ഇസ്ലാമെന്ന് പുറത്തേക്കൊന്നും പോകില്ല. പക്ഷേ ബിസ്മില്ല എന്ന റസൂലുള്ളാഹി ചൊല്ലിയത്, ബിസ്മില്ല അല്ലേ? അപ്പൊ ആ ബിസ്മില്ല എന്ന് ചൊല്ലേണ്ട എത്ര സമയങ്ങളുണ്ട്? അവിടെ എന്താ നമുക്ക് ചെല്ലാൻ പറ്റാത്ത? ഒറ്റ കാരണമുള്ളൂ, തിന്മ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പരിക്കാണത്. നന്മ ചെയ്യാൻ കഴിയാതെ വരും. മാത്രമല്ല നന്മ കാണൂല. വാപ്പാന്റെ മരണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ മയ്യത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോന്നിങ്ങനെ ഓർമ്മ വരിക. രാത്രി വാപ്പ ചുമക്കണുണ്ടായിരുന്നല്ലോ, അപ്പൊ വാപ്പ തുപ്പിയ കഫത്തിൽ ബ്ലഡ് ഉണ്ടായിട്ടുണ്ടാവോ? 4th സ്റ്റേജ് വരെ ക്യാൻസർ എത്തിയത് ഞാൻ നേരത്തിന് കൊണ്ട് ചികിത്സിക്കാത്തതുകൊണ്ടാണോ? വാപ്പ ടോയ്ലറ്റിൽ വീണു, ഞാൻ ശരിക്കും ടോയ്ലറ്റിൻ്റെ പുറത്തൊന്ന് ഉണ്ടായിരുന്നിരിക്കുകയാണെങ്കിൽ വാപ്പ അവിടെ കിടന്ന് മരിക്കൂലായിരുന്നല്ലോ. ഈ സാധനം ഉണ്ടല്ലോ, എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചിട്ട് കൈയെടുത്തിട്ട് നിൽക്കുമ്പോൾ ഉള്ളിലിങ്ങനെ ഉയരുന്ന ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ഇത് മരുന്ന് കുടിച്ചാൽ മാറുന്ന ഡിപ്രഷൻ ആവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മതബോധമുള്ള ആൾക്കാർക്ക്. മതബോധമില്ലാത്തവരെ 2 ദിവസം കൊണ്ട് ഇത് മറക്കും. മനസ്സിലായില്ലേ? സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, ഹറംതു ഖിയാമൽ ലൈലി മറത്തൻ ബിദംബിൻ അദ്നബ്തു. ഒരിക്കൽ എനിക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു, അത് ഞാൻ ചെയ്തൊരു തെറ്റുകൊണ്ടാണ്. അപ്പൊ തെറ്റ് ചെയ്ത നന്മന്റെ സ്വിച്ച് ഓൺ ഓഫ് ആക്കും പഠിച്ചോ.
ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു അനുഭവം. നമുക്ക് ഖുർആന് 22 നോമ്പെത്തിയിട്ട് 6 ജുസിലും 2 ജുസിലും 1 ജുസ് പിന്നിടാത്തവരും 10 ജുസിലേക്ക് നിന്നും കടന്നും നടന്നും ഓതി എത്തുന്നവരൊക്കെ ഉണ്ടാവും. എന്താ കാര്യം? ഒരു മസ്അലയിൽ ഒരു സംശയം വേണ്ട, ഞാനിനി വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് എന്താ? തിന്മ വർദ്ധിക്കുമ്പോൾ നന്മ അങ്ങനെ അല്ലാതാകും ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ നോക്കൂ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്ര നന്മ ഉണ്ട് ശരിക്ക്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ആ വെള്ളം തന്നതിന് പടച്ചോനോടൊരു ശുക്ർ മനസ്സ് തോന്നുക. ആ വെള്ളം പൈപ്പ് തുറക്കുമ്പോൾ ആ വെള്ളം കിട്ടണീന്, പൈപ്പ് തുറക്കുമ്പോൾ കാറ്റ് മാത്രം വരുന്ന എത്ര സ്ഥലമുണ്ട്? വെള്ളത്തിന് പൈസ കൊടുക്കേണ്ടവർ എത്ര ഉണ്ട്? ജലനിധിൻ്റെ വെള്ളം വന്നിട്ടില്ലടി അപ്പുറത്തേക്ക് വിളിച്ചു പറയേണ്ട എത്ര ആളുണ്ട്? കറണ്ട് ഇല്ലാത്തതിന് KSBക്ക് വിളിക്കണ മാതിരി വാട്ടർ അതോറിറ്റിക്ക് വിളിക്കണ എത്ര മനുഷ്യന്മാരുണ്ട് അല്ലേ? എത്ര ആളുകളുണ്ട്? കൊച്ചിയിൽ വെള്ളം കിട്ടാതെ 3 ദിവസം ആളുകൾ സ്വീപ്പായപ്പുണ്ടായ സിന്ദാബാദ് നമുക്കറിയാലോ. അപ്പോൾ അതിനൊരു അൽഹംദുലില്ലാ, ജീവിതത്തിൽ എന്നാണ് കയ്യിൽ കുടിക്കാൻ കിട്ടിയ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞു പറഞ്ഞ്. ഇനി 2, അത് വലത്തേ കൈ കൊണ്ട് എടുക്കുക, അതൊരു നന്മയാണ് അല്ലേ? ഒരു താങ്ങലൊക്കെ കൊടുത്തിട്ട് എടുക്കുക. ചില ആൾക്കാർ വലത്തേ കൈ കൊണ്ട് എടുക്കുക എന്നുള്ളത് ഒരു താങ്ങലൊക്കെ കൊടുത്തിട്ട്, എടുത്താ പൊന്താത്ത പാത്രമാണെങ്കിൽ ഓക്കെ, സംശയമൊന്നുമില്ല. 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ നിൽക്കണില്ല, അടുത്ത എന്താ? ബിസ്മി ചൊല്ലുക. അത് അതിനു മുമ്പ് ഇത് കൈ പൊങ്ങുക, ഈ കൈ ഒന്ന് പൊങ്ങി കിട്ടുക. ഈ കൈ പൊങ്ങാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ, എത്ര ആളുകളുണ്ട്. കൈയൊന്ന് പൊങ്ങി കിട്ടാൻ ഫിസിയോതെറാപ്പി ചെയ്യണവർ സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ് കേട്ടോ. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് ചില പോയിന്റ് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്യാതെ ഓർമ്മ വരുന്നത്. എന്താ അറിയോ, ഈ കുട്ടികൾ ഭയങ്കര വികൃതി കാണിച്ച് ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അമ്മമാരിങ്ങനെ പറയും, പടച്ചോനെ എന്തൊരു പരീക്ഷണമാണിത് ഈ കുട്ടി അല്ലേ. നമ്മളെങ്കിൽ ആ കുട്ടീനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കും, ആ കുട്ടീനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര രക്ഷിതാക്കളുണ്ട് ആയുസ്സിൽ അവർ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും തൻ്റെ കുട്ടിയുടെ കാലൊന്ന് അനങ്ങിക്കിട്ടാൻ, തൻ്റെ കുട്ടിയൊന്ന് എണീറ്റ് കിട്ടാൻ വേണ്ടി ഫിസിയോതെറാപ്പി സെൻ്ററിൽ കൊണ്ടേയാക്കണ എത്ര രക്ഷിതാക്കളുണ്ട് സഹോദരന്മാരെ. അള്ളാഹു നമ്മുടെ മക്കളിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ പീസ് റേഡിയോയിൽ മോർണിംഗ് ലൈവിൽ സമകാലികം സെഷനിൽ ഇൻ്റർവ്യൂ ചെയ്തൊരു കുട്ടിയുണ്ട്. നിങ്ങൾ പീസ് റേഡിയോ യൂട്യൂബ് ചാനലൊന്ന് നോക്കിയാൽ മതി. അജിസൽ ആള് പൊളിയാണെന്നാണ് അതിൻ്റെ ടൈറ്റിൽ കേട്ടോ. ചെറിയ പയ്യനാണ്. വളരെ ഒരു യാദൃശികമായിട്ടൊരു ദിവസം എൻ്റെ വാട്സപ്പിലൊരു വോയിസ് വന്ന്, അങ്ങനെയാണ് ഞാൻ അവനായിട്ട് പരിചയം. അപ്പം അവന് ആദ്യമായി ഇരിക്കണോടത്തുനിന്ന് എണീറ്റ് നിൽക്കുന്ന വീഡിയോ അവൻ്റെ പാരൻസ് എനിക്ക് അയച്ചത് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം നമ്മളെ വായിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കുക എന്ന് പറയണത് അത് തന്നെ എത്ര വലിയ തൗഫീഖാണ്. അത് നമ്മളൊരു അൽഹംദുലില്ലാ പറഞ്ഞു. ഇനി അത് ചുണ്ടത്ത് വെക്കുമ്പോൾ ഒരു ബിസ്മില്ല പറയാം, അതൊരു പുണ്യാണ്. ആ ബിസ്മില്ല പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇനി ആ വെള്ളം തൊണ്ടയിലൂടെ താഴോട്ട് ഇറങ്ങാം. എനിക്ക് തോന്നുന്നത് ഇവിടെ റമദാൻ പ്രഭാഷണത്തിലെ ആദ്യത്തെ ആഴ്ച മറ്റോ എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അനുസ്മരിച്ചിട്ടുണ്ടാവും. സ്പൂണ് വെള്ളം കുടിച്ചാൽ തുമ്മിക്കൊരച്ച് ശ്വാസം നിലച്ച് പെടയും. ഇപ്പോൾ ഡോക്ടർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നീണ്ട മാസങ്ങൾ കൊണ്ട് ശരിയായി വരേണ്ട കാര്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് എനിക്കൽപ്പം തോന്നലുണ്ട്. രാവിലെ ചോദിച്ച അസറാകുമ്പോൾ പടച്ചോൻ കൊടുക്കണ ജാതി ദുആ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. രാത്രി ചോദിച്ചാൽ നേരം വെളുക്കുമ്പോൾ തന്നെ ആരാണ് ഈ ആളെന്ന് മാത്രം അറിയില്ല. ഓരോ മെസ്സേജും ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയുടെ മെസ്സേജ് ടൈപ്പ് ചെയ്തിടുമ്പോൾ ഭയങ്കരമായി ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ആ കുടുംബങ്ങളും ഒക്കെ നമ്മളോട് അതിൻ്റെ എല്ലാ വിശദാംശവും ഇങ്ങനെ പറയും, അപ്ഡേഷൻ ഇങ്ങനെ കിട്ടും. നമ്മളെന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ FBയിലൊക്കെ ഇട്ടാൽ. അപ്പം ഞാൻ പറയണത് അവിടെ വലിയൊരു സംഭവമുണ്ട്. ഒരു തുള്ളി വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങുക എന്നുള്ള പടച്ചോൻ തന്ന തൗഫീഖാണ്. നമുക്ക് എന്താണ് ഈ നന്മയൊന്നും ചെയ്യാൻ കഴിയാത്തത്? സഹോദരന്മാരെ, നമ്മുടെ തിന്മ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ജാ റജുലുൻ ഇൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ. ഹസനുൽ ബസ്രി റഹിമഹുല്ലാൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ സഈദ്. അദ്ദേഹത്തിൻ്റെ മോനാണ് സഈദ്. അപ്പോൾ അവരെങ്ങനെ വിളിക്കുക?
ഇപ്പം എൻ്റെ മോൻ്റെ പേര് ഫഹീം എന്നാണ്. അപ്പോൾ യാ അബു ഫഹീം എന്നാണ്, യാ അബ ഫഹീം എന്നാണ് എന്നെ വിളിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ യാ അബ സഈദ്, അബു സഈദേ ഇന്നി അബീതു മുആഫിൻ, എനിക്ക് രാത്രി ഞാൻ വളരെ ആശ്വാസത്തിലായിരുന്നു, ശാരീരികമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വഉഹിബ്ബു ഖിയാമൽ ലൈൽ, ഞാൻ രാത്രി ഖിയാമുൽ ലൈലിന് എണീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ്. വഅഇദ്ദു തഹൂരി, ഞാൻ ഒളുവൊക്കെ എടുത്ത് ഒക്കെ വൃത്തിയൊക്കെ ആക്കി ഒക്കെ റെഡിയാകും. ഫമാ ബാലി ല അഖൂം, പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തുപോലത്തിന് ബാങ്കണ് കൊടുക്കും, അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞാണ്ട് ആ സുബൈൻ്റെ 2 റക്അത്താണ് പോകുക എങ്ങനെങ്കിലുമൊക്കെ. കണ്ടിട്ടില്ല നിങ്ങൾ? എന്താ കാര്യം? അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ദുനൂബക്ക് കയ്യത്തക്, നിന്റെ പാപങ്ങൾ നിന്നെ ബന്ദിയാക്കിയിട്ടുണ്ട്. അപ്പം പാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നഷ്ടമാണ് പാപം. വ്യക്തിക്ക് ഒന്നും ഏറ്റവും ചെറിയ കാര്യം വലിയ പ്രശ്നമായിട്ട് തോന്നുക. QHLS ഒരു 10 ആളുകളൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? എവിടെ സമയം, എവിടുന്ന് അതൊക്കെ കൂടെ കയ്യുക എന്നാണ് പറഞ്ഞാൽ മതി അല്ലേ? സെക്രട്ടറിൻ്റെ കോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാകുക. എന്താ 10 ആളെ വിളിക്കുക, അയാൾക്കൊരിക്കലും ആലോചിക്കാൻ പറ്റണില്ല. ആ 10 ആൾ വരും, അവർ ഖുർആൻ കേൾക്കും, അവർ പഠിക്കണ ഓരോ ഹർഫിൻ്റെയും കൂലി എനിക്കും കിട്ടും. അവരെ ജീവിതത്തിൽ അവരെന്തെങ്കിലും ഒരു നന്മ നട്ടുപിടിപ്പിച്ച ആയുഷ്കാലം മുഴുവൻ എനിക്ക് എൻ്റെ കൂലിയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റണില്ല. ഇപ്പം നമ്മൾ പോന്നിക്കുകയാണല്ലോ, ഷിഫയാണ്, AC ഉണ്ട്, നല്ല അടിപൊളി സീറ്റ് ഉണ്ട്, പെരിയിൽ എന്തായാലും കിട്ടൂല, ആ ജാതി സീറ്റാണ്. അവിടെ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കുക. ഒരാളെ വിളിക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെ പെണ്ണുങ്ങളെ തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പൊക്കെ ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങളോ അങ്ങനെ തന്നെ അല്ലേ? ഞാൻ എന്നോടാണ് ചോദിക്കണം, നിങ്ങളോടല്ല. നമ്മൾ ഓരോരുത്തരുള്ള ആ ഒരു ആത്മവിമർശനത്തിൻ്റെ വേദിയാണിത് അല്ലേ? നമ്മളെ മോന് താഴെക്കോട് 3 ആളെ കുത്തിയ ചെങ്ങായൊക്കെ ഉണ്ട്. പഠിച്ചോനെ നമ്മളെ കുട്ടി നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്, ഓനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ആത്മവിശ്വാസമുള്ളവരാണ് ആദ്യം ബേജാറുണ്ട് കേട്ടോ. ഓലൊന്നും കാണുന്നല്ല, മക്കളെടുത്തുള്ള പരിപാടി ഒന്നും കാണൂല. അപ്പോ മാത്രല്ല, അബൂ ജഅഫർ അൽ ബഖാൽ പറയാണ്, ദഖൽതു അലാ അഹ്മദ് ബിൻ യഹ്യ റഹിമഹുല്ലാ, ഞാൻ അഹ്മദ് ബിൻ യഹ്യ റഹിമഹുല്ലാന്റെ അടുത്ത് പ്രവേശിച്ചു. ഫറഅയ്തുഹു യബ്കി ബുകാഅൻ കസീറ, അദ്ദേഹം ഇങ്ങനെ വല്ലാതെ തേങ്ങി കരയുകയാണ്. മയഖാദു യതമാലകു നഫ്സഹു, അദ്ദേഹത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല. ഫഖുൽതു ലഹു അഖ്ബിർനി മാ ഹാലുക്, എന്തേ ശേഖെ പറ്റി പറയൂ. ഞാൻ അദ്ദേഹത്തെ അടുത്തിരുത്തി ആശ്വസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ ശ്രമിച്ചു. ഫഅറാദ അൻ യക്തുമനി, അപ്പോൾ മൂപ്പർ എൻ്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ നോക്കി. എൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം അത് ഒളിപ്പിച്ചു വെക്കാൻ നോക്കി. ഫലം അദഅഹു, പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല. അത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾ കരഞ്ഞിൻ്റെ കാരണം എനിക്കറിയണം എന്ന് ഞാൻ വളരെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാതനി ഹിസ്ബി അൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ ഓതേണ്ടിയിരുന്ന എൻ്റെ ഖിറാഅത്തും ഖുർആൻ പാരായണമൊക്കെ മുടങ്ങിപ്പോയി. വലാ അഹ്സിബു ദാലിക ഇല്ലാ ലി അംറിൻ ഹദസ്തുഹു, ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ, ഞാൻ ചെയ്ത ഒരു പുതിയ കാര്യത്തിൻ്റെ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത്. ഫഊഖിബ്തു ബിമൻ ഹിസ്ബി സുമ്മ അഖദ യബ്കി, അപ്പോൾ ഞാൻ ചെയ്ത തെറ്റാണ് എന്നെ അതിൽ നിന്ന് മുടക്കിയത്, എൻ്റെ പാപമാണ് എന്നെ മുടക്കിയത്. അപ്പം നമ്മൾ ശരിക്ക് ചെയ്യേണ്ട ഒരുപാട് നന്മകളുടെ ഒരു വലിയ ലോകമുണ്ട്. ആ ലോകം നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താ? 10 റുപ്യ സദഖ കൊടുക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരു പിടുത്തം വരുന്നതിൻ്റെ കാരണം എന്താ? യബ്ന ആദം അൻഫിഖ് ഉൻഫഖ് അലൈക് എന്നാണ്. ആദം സന്തതി, നീ കൊടുക്ക്, നിനക്ക് അള്ളാഹു തരും. നമ്മൾ കൊടുത്ത മുഴുവൻ പൈസയും തിരിച്ചിട്ടിട്ടുണ്ട്, ഒരു സംശയമല്ല. വേണമെങ്കിൽ എഴുതി ചൊല്ലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വിശുദ്ധ ഖുർആൻ്റെ ഒരു വചനം ഭയങ്കരമായി ഫീൽ ചെയ്തു. അതും അതിൻ്റെ ഷറഹൊക്കെ വായിച്ചപ്പോൾ ഖുർആൻ പറയണത്, മനുഷ്യൻ സദഖയായി കൊടുക്കണതൊക്കെ പടച്ചോൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്, ഒക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും നഷ്ടകാലത്തൊക്കെ പിടിച്ചിക്കണം. എന്തുകൊണ്ടാ അറിയോ? വരുമാനം വരാത്ത കാലം ഉണ്ടായിട്ടില്ലേ? അന്നും വണ്ടി നീങ്ങിയിട്ടില്ലേ? അന്ന് പലരെയും കയ്യിൽ പള്ളിക്ക് കൊടുത്തതും മദ്രസക്ക് കൊടുത്തതും അങ്ങനെ കൊടുത്ത സാധനങ്ങളാണ് എന്ത് ചെയ്യണേ? അതിങ്ങനെ തിരിച്ചു തരികയാണ് പടച്ചോൻ. അങ്ങനെ ആ ഉറ്റി വീണ ഉറവില്ലേ, പറ്റിത്തീരും മുമ്പുള്ള ഉറവില്ലേ? അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാം, നന്മകൾ നമ്മൾ എത്തേണ്ട ഒരു ലെവലിലേക്ക് എത്താത്തതിൻ്റെ കാരണം അതാണ്. ഇനി ഒന്നുകൂടി പഠിപ്പിച്ചു, ഇദാ കുൻത ലാ തസ്തതിഉ ഖിയാമൽ ലൈൽ, നിനക്ക് ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ പറ്റണില്ല. നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത നോമ്പ് വരെ പിന്നെ രാത്രി നിസ്കാരമൊന്നുമില്ല. മറ്റേത് കുട്ടികളൊക്കെ എടുത്ത് ഒക്കെ പുറപ്പെട്ട് അല്ലേ,
സ്ത്രീകളാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം ബുക്കൊക്കെ എടുത്ത് 2 ബാഗൊക്കെ കൊണ്ട് പള്ളിക്കൊക്കെ പോവാണ് കുട്ടി അടങ്ങിയിരിക്കാനേ, എന്നിട്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ റിസ്ക് എടുക്കുന്ന ആളുകൾ ഒന്ന് അലാം ക്ലോക്കുകളൊക്കെ ഒറ്റയടിക്ക് പെരുന്നാളിൻ്റെ അന്ന് കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ ഓഫാകുകയാണ്. പെരുന്നാളിൻ്റെ അന്ന് കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ ഒറ്റയടിക്ക് ഓഫാകുക. അന്ന് ആരും അത്താഴത്തിന് എണീക്കണില്ല, അതോടെ ഓഫായി. ശരിക്കും മാസപ്പിറവി കണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ? അലാമിൻ്റെ ടൈം ഒന്ന് മാറ്റി വെക്കലാണ്. വീട്ടിൽ ആരാണ് ഉണർന്നെണീക്കുന്നത്? 99% വീട്ടിലും സ്ത്രീകളാണ് ഉണർന്നെണീക്കുന്നത്. ഒരു ചാടി എണീക്കും, ഒരു അലാം ക്ലോക്ക് ഇല്ലെങ്കിലും എണീക്കും. ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ, ആളുകൾ പട്ടിണിയാകാൻ പാടില്ല, മക്കളുണ്ട്, ഓരോരുത്തർക്കും എടുത്തു കൊടുക്കും. എന്നിട്ട് അവസാനത്തെ ആ മിനിറ്റിലാണ് അവരെന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് വായിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് തിരക്കുകളുടെ ലോകത്തേക്ക് ഓടിക്കയറി നമ്മളെ സഹോദരിമാർ. ആ സഹോദരിമാരെയാണ് ഞാൻ ഏൽപ്പിക്കണത്. എന്തറിയോ, അലാം ഒന്ന് മാറ്റി വെക്കണം. ബാങ്കിൻ്റെ സമയം നമുക്കറിയണം, ബാങ്കിൻ്റെ സമയം അറിയണം. ശരിക്കും ഈ പള്ളിയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പള്ളിൻ്റെ ഗ്രൂപ്പിൽ ശരിക്ക് പള്ളിയിലെ ആ ക്ലോക്കില്ലേ അത് ഫോട്ടോ എടുത്തിട്ടിടണം. ഇവിടെ പെരിന്തൽമണ്ണ സൽഫി മസ്ജിദിൽ അതുണ്ട്. പെരിന്തൽമണ്ണ സൽഫി മസ്ജിദിൽ ഫضലു അത് ഇടാറുണ്ട്. ശരിക്കും അങ്ങനെ ഇട്ടാൽ എന്താ, എല്ലാവർക്കും ആ ടൈം കറക്റ്റ് നോക്കി ആ ജമാഅത്തിനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഒരു 2-3 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം വെച്ചിട്ട് അലാം ക്ലോക്ക് അടിക്കണം, എണീക്കണം, വിളിക്കണം, ഉണർത്തണം അല്ലേ. ആ അവസ്ഥ ഉണ്ടാകൂല. എപ്പോ വസുയാമന്നഹാർ, ഒരു നോമ്പ് കഴിഞ്ഞാൽ അടുത്ത നോമ്പ് വരെ പിന്നെ നോമ്പേ അല്ല. സുന്നത്ത് നോമ്പുകൾ പലതും കടന്നു പോകും. എല്ലാവരും നോൽക്കണേ അല്ലേ, പിന്നെ എന്താ പറയാ, ആ നോമ്പുകളൊക്കെ നോൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നുമില്ല. തിങ്കളും വ്യാഴമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ മൂപ്പർക്ക് ഡയറ്റൊക്കെ ഉണ്ടാവും. മധുരം കട്ട് ചെയ്യും, അത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും, അങ്ങനെ അത് കഴിക്കൂല, അത് കഴിക്കൂല ഒക്കെ ഉണ്ടാവും. പക്ഷേ മൊത്തം കട്ട് ചെയ്യണ മണിക്കൂർ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഫഅലം അന്നക മഹ്ബൂസുൻ, നീ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിന്നെ പാപം കൊണ്ടുപോയിട്ട് ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. കത് കയ്യത്തക്ക ദുനൂബക്, നിനക്ക് കയ്യാമം വെച്ചത് പാപമാണ് എന്നാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഒന്നാമതെത്തുന്ന ഉത്തരം, പാപം വർദ്ധിക്കുമ്പോൾ നമ്മുടെ നന്മ നമുക്ക് നഷ്ടപ്പെടും. നന്മ നഷ്ടപ്പെടും. ഒരു 5 മിനിറ്റ് ക്ലാസ് കേൾക്കാനോ അതല്ല ഒന്നിനും പറ്റൂല കേട്ടോ. ഒന്നിനും പറ്റാത്ത വിധമുള്ളൊരു അവസ്ഥയിലേക്ക് വ്യക്തി എത്തിച്ചേരും എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ആരാധനകളുടെ ആസ്വാദനം നഷ്ടപ്പെടും. ആരാധനകൾക്കൊരു രുചിയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ വേഗം 2 റക്അത്ത് നിസ്കരിക്കും. ഇത് ഹമ്മഹു ഷൈഉൻ, പ്രവാചകൻ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും. ആ 2 റക്അത്ത് നിസ്കാരം എന്താ? അള്ളാഹുവിൻ്റെ റസൂലിന് റിലാക്സേഷനാണ്. ചില ആൾക്കാർ കണ്ടിട്ടില്ല നിങ്ങൾ, ടെൻഷൻ കയറി അപ്പോൾ വലിച്ചു വിടും അല്ലേ, അതാ ചെയ്യുക. വേറെ ചില ആൾക്കാരോ പൊട്ടിച്ചിട്ട് കുടിക്കും. വേറെ ചില ആൾക്കാരോ കുത്തിയിട്ട് കയറ്റും. വേറെ ചില ആൾക്കാരോ എവിടേക്കൊരു യാത്ര പോകും. വേറെ ചില ആൾക്കാർ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങും. ഇങ്ങനെ മനുഷ്യന്മാർ പല രൂപ സ്വീകരിക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആരാധനകളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ജമീലൊന്ന് തുറന്നോക്ക്, മനുഷ്യാവസ്ഥകൾ എന്നുള്ള ആ ഭാഗം എടുത്തോക്ക്. ഈ മാനസിക ദുഃഖത്തിൽ നിന്നൊക്കെയുള്ള രക്ഷ തേടിയിട്ട് എത്ര ദുആകളാണ്. എങ്ങനെ ഒരു ദിക്ർ ചെല്ലുമ്പോൾ തന്നെ മനസ്സാണ് ക്ലിയറാണ്. എന്താ ഇത്? ഒരു ദിക്ർ ചൊല്ലുമ്പോൾ തന്നെ എങ്ങനെ മനസ്സാണ് ക്ലിയർ ആകുന്നത്? മാനസിക ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ദുആകളുണ്ട്. എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതിലൊക്കെ ഒരു വിശ്വാസം വേണം. ഫസ്റ്റ് നമുക്കൊരു ബോധ്യം വേണം കേട്ടോ. ഒരാൾ ശരീരത്തിൽ നല്ല ഈ ഒരു ചൊറിയുള്ള ഒരുപാട് ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ കാണിച്ച് ഭയങ്കര വിഷമമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സംസം കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഞാൻ യുനാനി കാണിച്ചു, ഒരുപാട് കാണിച്ചതിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ സംസം കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ സംസമൊക്കെ ഒന്ന് കുടിച്ചല്ലേ. നമ്മൾ ബാക്കി മെഡിസിനൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും ചെയ്യാലോ. മൗസംലമ ശിരിബലഹു, സംസം വെള്ളം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതാണ് കിട്ടുക എന്നല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിലുള്ളത്. കിട്ടാൻ വിധിണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പിടിച്ചതിൻ്റെ കൂലി കിട്ടും. പടച്ചവൻ്റെ ഖലാവ് വേണം അല്ലേ. അവർ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴോട് അപ്പം തന്നെ പറഞ്ഞു, കിട്ടാൻ സാധ്യതയില്ല പറഞ്ഞു. കാരണം അദ്ദേഹം അത് ഉള്ളിൽ ഉറപ്പിച്ചും ഉൾക്കൊണ്ടും വിശ്വസിച്ചല്ല പറയണത്. ഞാൻ ഈ ദിക്റാണ് ചൊല്ലിയാൽ എൻ്റെതാണ് ശരിയാകും, അതുകൊണ്ട് ഞാനത് ശരിയാകണത് വരെ ചൊല്ലട്ടെ.
അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഞാനിതൊരു പ്രൊട്ടക്ഷൻ നിലനിൽക്കി ഈ ദിക്റിനെ എടുക്കട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഓരോ ദിക്റിലും ഓരോ ദുആയിലും ഓരോന്നിലും ഒരു ആസ്വാദനമുണ്ട്. ലാ യജിദുൽ അബ്ദു ഹലാവത്തൽ ഇബാദത്തി ഹത്താ യജ്അല ബൈനഹു വബൈന ശഹവാതി ഹായിതൻ മിൻ ഹദീദ്. ലാ യജിദുൽ അബ്ദു, ഒരടിമക്ക് ലഭിക്കുകയില്ല, ഹലാവത്തൽ ഇബാദത്തി, ആരാധനയുടെ രുചി ലഭിക്കുകയില്ല, ഹത്താ യജ്അല ബൈനഹു വബൈന ശഹവാതി ഹായിതൻ മിൻ ഹദീദ്, അവൻ്റെയും അവൻ്റെ പാപത്തിൻ്റെയും ഇടയിൽ, അവൻ്റെ ഇച്ഛകളുടെയും ഇടയിൽ, പാപല്ല ഇച്ഛകളുടെയും ഇടയിൽ ഒരു ഇരുമ്പിൻ്റെ മതിൽ കെട്ടുന്നത് വരെ എന്നാണ്. മനസ്സിൽ ഓരോന്നിങ്ങനെ തോന്നുക, അതൊക്കെ ഇങ്ങനെ ചെയ്യുക. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ തോന്നുന്നത് പുറത്തു പോയി ഒരു ചായ അടിച്ചു വരട്ടെ അല്ലേ? പുറത്തു പോയി ഒരു ചായ അടിച്ചു വരലൊരു കുറ്റമൊന്നുമല്ല. പക്ഷെ അത് ശൈത്താൻ്റെ പരിപാടിയാണ്. അത് അവിടെ ആ ഒരു സമയം, എനിക്ക് വേണ്ടപ്പെട്ടൊരു സമയം, ഞാനവിടെ പോയി ഫിക്കറൊക്കെ ആകെ മാറുകയാണ്. എന്നിട്ട് അവിടെ അങ്ങനെ പോയിരുന്നു, കുറേ വർത്താനം പറഞ്ഞു. ഗിഞ്ചർ വിഞ്ചർ സോഡയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താ ഗിഞ്ചർ വിഞ്ചർ സോഡ? ഭൂമി കിട്ടണ എല്ലാ സാധനം അടിച്ച് കലക്കിയിട്ട് അത് കയ്യിൽ തരും. കിഡ്നി അടക്കം സർവ്വ അടിച്ചു പോയിക്കോട്ടെ എന്നുള്ളവർക്ക്. റമദാൻ വൈബ്സ് ഒന്നും ഉണ്ടാവും. ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ ചെയ്യും. അതോടുകൂടെ നമ്മളെ കുട്ടികളെ ആകെ ലെവലൊക്കെ മാറി. പിന്നെ സർവ്വ ബൈക്കും കൊണ്ട് ഫുള്ള് ടീമുണ്ടാവും അവിടെ. അവർക്ക് അവിടെ കിട്ടുന്ന രുചി പള്ളിൻ്റെ ഉള്ളിൽ കിട്ടണില്ല. ഒന്നായിട്ട് ലൈറ്റ് കത്തിച്ച ആ സ്ഥലത്ത് കിട്ടുന്ന രുചി പള്ളിൻ്റെ ഉള്ളിൽ കിട്ടണില്ല. കാരണം എന്താ? അവൻ്റെ ഇച്ഛകൾക്ക് അവൻ മതിൽ കെട്ടിയിട്ടില്ല. അത് വേണ്ട, അപ്പോൾ എൻ്റെ ആ സമയം നഷ്ടപ്പെടും. അത് മതിലാണ്. ഞാനൊന്ന് ഒന്നുകൊടുത്ത് ഒന്ന് പള്ളിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടോട്ട് നടന്ന് ദിക്റ് ചെല്ലട്ടെ, അതേമ തീരും. എന്നിട്ടും നടക്കണില്ല അല്ലേ? നല്ല സ്വസ്ഥമായിട്ട് കാല് നീട്ടി കടന്നുറങ്ങണം. അപ്പോൾ ജിഞ്ചർ പിഞ്ചർ സോഡ കുടിച്ചാൽ പോലല്ല പരിഹാരം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. പറ്റണവർ ചെയ്യുക. എന്നിട്ട് ഉണർന്ന് എണീക്കുമ്പോൾ വാച്ചിക്ക് നോക്കുമ്പോൾ ഒരു ഇടങ്ങേറുണ്ടാവും. ആ ഇടങ്ങേറിന കൂലി പടച്ചോനെ, നല്ലൊരു ഒറ്റയിട്ട് രാത്രി ഞാൻ ഉറങ്ങിപ്പോയല്ലോ അല്ലാ, ചെയ്തതിലേറെ വലിയ കൂലിക്കാരോ. പക്ഷെ അത് ആ മനസ്സെന്ന് വരണമെങ്കിൽ അനുഷ്ഠാനങ്ങൾക്ക്, ആരാധനകൾക്ക് ഉള്ളൊരു രുചിയുണ്ട്. ആ രുചി കിട്ടണം. ആ രുചി കിട്ടണമെങ്കിൽ ആദ്യം ഇച്ഛകൾക്ക് ബന്ധനം ഏർപ്പെടുത്തണം എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അന്ന മിൻ ഉഖൂബത്തി ദംബി മഹ്വു ലദ്ദത്തി ദിക്ർ. ദിക്റുകളുടെ രുചി കളയലാണ് പാപത്തിൻ്റെ ഒന്നാമത്തെ ശിക്ഷ. ഒരു ദിക്റിൽ ഒന്നും ഫീൽ ചെയ്യൂല, ഒരു ദിക്റിൽ ഒന്നും ഫീൽ ചെയ്യൂല അല്ലേ? എന്താ, ഒരാളെ നമ്മൾ കാണുകയാണ്, അയാളുടെ മുണ്ടുണ്ട് എടുത്തപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട്. അയാളത് ചിലപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് എടുക്കണതൊക്കെ ആയിരിക്കും. പക്ഷേ അതിന് കാണുമ്പോൾ നമ്മളെ ഉള്ളിലുണ്ടാവേണ്ട ഒരു മനോഗതമുണ്ട്. അപ്പോൾ ചൊല്ലണം അൽഹംദുലില്ലാഹില്ലദീ. ബാക്കി എന്താണ്? ദുരന്തബാധിതനെ ചെല്ലുമ്പോൾ കാണുമ്പോൾ ചൊല്ലേണ്ട ദുആ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അറിഞ്ഞോലെന്നൊക്കെ എന്തൊക്കെ ചൊല്ലിത്തരണ്ട, കൈയൊന്നിച്ചാൽ മതി. രണ്ടാക്കറിയാം. എന്നാ ഈ ദിക്ർ എല്ലാവരും പഠിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീമബ്തലാക ബി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. അതതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ചൊല്ലുമ്പോണ്ടല്ലോ അതിന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര സംഭവമാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി, എന്നെ ആരോഗ്യവാനാക്കി, എന്നെ സൗഖ്യമുള്ളവനാക്കിയ പടച്ചോനെ നിനക്ക് സ്തുതി. എനിക്കിങ്ങനെയല്ലല്ലോ, എൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ലല്ലോ. എനിക്ക് ചെറിയൊരു മോള് മുടിയൊക്കെ ഇങ്ങനെ ആകെ മുഖത്തേക്ക് പാറിപ്പറന്ന് വളരെ കീറിപ്പാറിയ വസ്ത്രം ധരിച്ച് അവളിങ്ങനെ കൈ നീട്ടി വരികയാണ്. അല്ലെങ്കിൽ കുഞ്ഞിനോ കൊക്കത്ത് വെച്ചിങ്ങനെ വരികയാണ്. പടച്ചോനെ, എൻ്റെ പെണ്ണല്ലല്ലോ, എൻ്റെ കുട്ടിയല്ലല്ലോ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീമബ്തലാക ബി. നിന്നെ പരീക്ഷിച്ച ആ പരീക്ഷണം തരാതെ എന്നെ സൗഖ്യത്തിലാക്കിയ റബ്ബേ നിനക്ക് സ്തുതി. മാത്രല്ല അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീമബ്തലാക ബി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. എത്രയോ വ്യക്തികളെക്കാളും ശ്രേഷ്ഠനാക്കി എന്നെ നീ പടച്ചിട്ടുണ്ട് പടച്ചോനെ. ഒരു ആംബുലൻസ് അതിൽ കുതിച്ചു പാഞ്ഞു പോവുകയാണ്. സൈറൻ മുഴക്കി പായുന്ന ആംബുലൻസ് കണ്ട് വണ്ടി സൈഡാക്കി. ഉള്ളിൽ നിന്ന് ഈ ദിക്ർ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത രുചിയുണ്ട്. പടച്ചോനെ, അതിൽ ഞാനായില്ലല്ലോ, അവിടെ എത്തിയില്ലല്ലോ.
3 കോടി കടത്ത് കുടുങ്ങിയോ മുങ്ങിയതാന്ന് കേൾക്കുകയാണ്. ഉടനെ ഓനെ പറ്റിയിട്ട് നമ്മളൊരു റിസർച്ച് റിപ്പോർട്ട്, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതാണ്, ഓൻ അങ്ങനെ തന്നെയാണ് അല്ലേ. നേരെ മറിച്ച് ഈ കോടി മറിയാനൊരു പണിയില്ല നമ്മളെ പേരിൽ. വല്ല പണിയുണ്ടോ? ഈ കോടി നമ്മളെ പേരിലാകാൻ വല്ല പണിയുണ്ടോ? ഒരു പണിയില്ല. ഒരു GST റെയ്ഡ് ഖലാസ് കഴിഞ്ഞു. നമ്മളവിടെ ഇങ്ങനെ എന്തോ ഒരു പേപ്പറിൽ എഴുതിയിട്ട് 1300 അതൊന്നും ബില്ലിലില്ല, നേരെ എടുത്തു, അതാ തെളിവ്. നിങ്ങളെ പേരും അഡ്രസ്സൊക്കെ നോക്കിയിട്ടാണ് ബില്ലിടുക, മനസ്സിലായില്ലേ? അത് മതി. സക്കാത്തിൻ്റെ അർഹനായിട്ട് വേറൊരിക്കലും പോകേണ്ടി വരും. അത്യാവശ്യം നല്ല സാമ്പത്തിക അവസ്ഥയിലുള്ളൊരു മനുഷ്യനെ ഞാൻ ജാമ്യതയിൽ പഠിക്കുന്ന കാലത്ത് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ വെച്ച് കണ്ടിയാണ്. മുഅദ്ദിനാണ്. മുഅദ്ദിന് എന്താ അറിയോ, നിർവാഹമില്ലാതെ നാട് വിട്ട് പിന്നെ ഒരു പള്ളിയിൽ മുഅദ്ദിനായിട്ട് ജീവിക്കുകയാണ്. കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ പതിയെ പതിയെ തിരിച്ചു കൊണ്ടു. അള്ളാഹു അദ്ദേഹത്തിന് നിലനിൽപ്പിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്രേ ഉള്ളൂ, അത്രയ്ക്കുള്ളൂ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ദിക്റിലൊരു രുചിയുണ്ട്. ഞാൻ ഭയങ്കര ആസ്വദിച്ചുള്ളൊരു ദിക്റുണ്ട്, അതറിയോ? അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫരിന ഹാദാ. അറിയണോ കൈന്തിക്ക്? അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫരിന ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വത്വി അന്നാ ബഅദാ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ അഹ്ലി വൽ മാൽ. എന്താ നിങ്ങൾ രാത്രി വൈകി ലൈറ്റായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി സീറ്റിക്ക് ഇരിക്കുമ്പോഴേ കീ കൊടുക്കുമ്പോൾ അത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര കരുത്തുണ്ട് കേട്ടോ. അല്ലാഹുമ്മ ഇന്ന നസ്അലുക ഫീ സഫരിന ഹാദാ. പടച്ചോനെ, ഈ യാത്രയിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ബിർറ വത്തഖ്വ, നന്മയും സൂക്ഷ്മതയൊക്കെ മതി. ട്രെയിനിൽ കയറി 4 ദിവസത്തെ ഒറ്റക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഇതിൽ കിടക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ഒരു ശരീരഭാഗം കാണുന്നു, എൻ്റെ തഖ്വക്ക് വിരുദ്ധമായ കാര്യം ഉണ്ടാകുന്നു. പല പല കാര്യം വന്നൂടെ. KSRTC ഇറങ്ങിയിട്ട് ബൈക്ക് എടുക്കാൻ പോയതാണ് അയാൾ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് വിളിച്ചു, അയാൾക്ക് അബദ്ധം പറ്റി കേട്ടോ. ഒരു കുടുംബ വിഷയം സംസാരിക്കണതിൻ്റെ ഇടയിൽ കണ്ടൊരു കാര്യമാണ്. നിങ്ങൾ അവളോട് ചോദിക്കും, ഞാൻ എന്നാണ് തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയത്, അന്നാണ് എനിക്കത് പറ്റിയത്. അവൾ എന്നോട് എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ കരഞ്ഞു പഠിച്ചവനോട് പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന്. അവളോട് പറയാൻ പറ്റും എനിക്ക് ഞാൻ കരണിൻ്റെ കാരണം. അപ്പം അത്രേ ഉള്ളൂ. അൽ ബിർറ വത്തഖ്വ യാത്രയിൽ ഞാൻ ചോദിക്കുകയാണ്, വമിനൽ അമലി മാ തർളാ. പടച്ചോനെ, നിനക്ക് തൃപ്തിപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റണം. വണ്ടി എടുത്ത് പോരുകയാണ്. വഴിയിലൊരു പട്ട കണ്ടു, വണ്ടി സൈഡാക്കി എടുത്തിട്ടു. എന്തേ, ഏതെങ്കിലും ഇപ്പോഴത്തെ ആധുനിക കുട്ടി വണ്ടി ഓടിച്ച് തലയടിച്ച് വീണാൽ കാറ്റ് പോകുമല്ലേ? അപ്പോൾ ഒമനഹ്യ, ജീവിതത്തിലേക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന ലോകത്ത് 700 കോടി മനുഷ്യരെ തിരിച്ചു കൊണ്ടുവന്ന കൂലിയാണെന്നാണ്. ഒരു പട്ടെടുത്തിട്ടീനെ നീയത്തിൻ്റെ ശക്തിയാണ്. നീയത്തുമ്മ കിട്ടണതാണ്. പട്ടെടുത്തിട്ടീനെ അങ്ങനെ കൂലി ഉണ്ടെന്ന് എവിടെ ഇല്ല. ആ നീയത്താണത്, മനസ്സിലായില്ലേ? വമിനൽ അമലി മാ തർളാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വത്വി അന്നാ ബഅദാ. അല്ലാഹുവേ, യാത്ര എളുപ്പമാക്കി തരണം, ബുദ്ധിമുട്ടില്ലാതാക്കി തരണം. ട്രെയിനാണ് പിടിച്ചിട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ പോരുമ്പോൾ ഒരു ട്രെയിന് കണ്ടു. എന്താ, ഒഴിഞ്ഞ കാലിയായ ട്രെയിന്. ചോദിച്ചതാണ്, എന്ത് ഇങ്ങനെ TTRനോട് ടിക്കറ്റ് ഉണ്ട്? ഫുള്ള് ടിക്കറ്റ് അല്ലേ, ഇരുന്നോളി, ആരുമില്ല. എന്താ കാര്യം? ഇന്നലെ ഈ സമയത്ത് വരേണ്ട ട്രെയിനാണ്. അതിലിരിക്കണതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. വല്ല എയർപോർട്ടും പോകണോണ്ടാണെങ്കിലോ, വല്ല എയർപോർട്ടിലും പോകണ ആളാണെങ്കിലോ. അപ്പം ദൂരം നീ ചുരുക്കി തരണം എന്നാണ് അടുത്ത്. ദൂരം ചുരുക്കി തരണം. പെരുന്തൽമണ്ണ വെട്ടത്തൂർക്ക് 17 കിലോമീറ്ററാണ്. ചുരുക്കി തരണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ചുരുക്കാത്ത ദിവസം രാവിലെ സുബൈൻ്റെ ശേഷം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉറക്കം വരുമ്പോൾ വേണ്ടി സൈഡാക്കൂലേ അല്ലേ? അപ്പം എത്ര മണിക്കൂറാ യാത്ര? അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? വത്വി അന്നാ ബഅദാ. അല്ലാഹുമ്മ, പിന്നെ എന്താണ്? പിന്നെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കണം, മിൻ കആബത്തിൽ മൻദർ, ദുരന്ത കാഴ്ചകളിൽ നിന്ന്. ദുരന്ത കാഴ്ചകളിൽ നിന്ന്. ഒന്ന് കണ്ണിമ്പി സ്കൂൾ വിട്ട് വരുന്ന സമയം 10 കുട്ടികളെ തട്ടി 10 ആളെ കൊന്നതാ കുറ്റം. 16-18 കൊല്ലമായിട്ട് ജയിലിൽ. പരോളിൽ വന്നപ്പോൾ മീഡിയ പ്രവർത്തകർക്ക് അനുവദിച്ച ബൈറ്റിലൊരു മനുഷ്യൻ പറയണതാണ്, കുട്ടികളുടെ കുടുംബം ബാക്കിയുള്ളവരൊക്കെ അത് മറന്നു, എല്ലാവരും മറന്നു. പക്ഷേ ഖലാസ്, അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് റസൂലുള്ളാഹിന്റെ ദുആ ഉണ്ട്,
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖിസ്യി ദുനിയ. അതിന്റെ തൊട്ട് ശേഷം പറഞ്ഞത് വമിൻ അദാബിൽ ആഖിറ. ആഖിറത്തിലെ അദാബിനോളം ദുന്യാവിലെ നിന്ദ്യതയെ, ദുന്യാവിലെ മാനക്കേടിനെ അള്ളാഹുവിന്റെ റസൂൽ എണ്ണാണ്. അല്ലേ? ഒരു അധ്യാപകൻ വളരെ സ്നേഹപൂർവ്വം കുട്ടീൻ്റെ തലയിൽ കൈ വെച്ചാൽ മതി. ഇന്നലെയാണ് കുട്ടി ബാറ്റച്ചിനെ കുറിച്ച് കേട്ടത്. മാഷിന് എന്തോ ചെയ്തു പറഞ്ഞാൽ മതി, കഴിഞ്ഞു. ഒരു ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റെതസ്കോപ്പ് വെക്കുന്നത് വേറൊരു ഫീലിംഗ് വന്നാൽ മതി, ഖലാസ്, കഴിഞ്ഞു. പെണ്ണിൻ്റെ പക്ഷത്താണ്, ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പക്ഷത്താണ് സംഭവം ഉണ്ടാകുക. അല്ലേ? അല്ലേ സഹോദരന്മാരെ? അത്രേ ഉള്ളൂ. അപ്പൊ ഓരോ ദുആകളും അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് ചെല്ലുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു വല്ലാത്ത രുചിയുണ്ട്. അവിടെ ഒരു വേറെ വാക്കുകൂടി ഉണ്ട്, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, ഈ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ, കുടുംബത്തിലും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ്. അല്ലേ? ഡോറിൻ്റെ നടുക്കത്തെ സാധനം ഒരൊറ്റ തോണ്ടൽ കയറി, അവിടെ ഉണ്ടായിരുന്നു ഒക്കെ എടുത്തോണ്ടേ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. അല്ലേ? ഒന്നും ചെയ്യാനില്ല. കുടുംബത്തെ ഏൽപ്പിക്കുകയാണ്. കുടുംബത്തിൽ ദുരന്തവും പ്രശ്നമൊന്നും വരാതിരിക്കാൻ പടച്ചോനെ ഏൽപ്പിക്കുകയാണ്. അതല്ലാതെ അതുകൊണ്ടേറ്റ് ഒരു മുട്ടമ്മ എഴുതിയിട്ടല്ല ഏൽപ്പിക്കണത്, ഒരു ചീട്ടിലെഴുതിയിട്ട് അട്ടത്ത് കെട്ടി വെച്ചിട്ടല്ല, ഒരു നൂലും മോതിയിട്ട് ശരീരത്തിൽ കെട്ടി വെച്ചിട്ടല്ല. ദിക്റുകളുടെ യഥാർത്ഥ ശക്തിയും പ്രാധാന്യവും മഹത്വമൊക്കെ അറിയണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എന്താ വലദ്ദതിഹ, അതിനൊരു ആസ്വാദനമുണ്ട്. ഇബാദത്തിന്, ദിക്റുകൾക്ക് ഒരു ആസ്വാദനമുണ്ട്. വല ഫൽ ഇബാദത്തു ലൈസത്ത് ഫൽ ഇബാദ ലൈസത്ത് ഖുറത അയുനിഹിം, ആരാധനകൾക്ക് ഒരു കൺകുളിർമല്ല. നിസ്കരിക്കുമ്പോൾ, ഇമാമിൻ്റെ പിന്നിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരാവേശം. നമ്മളെന്താ പറയുക, ഇത് ഉറക്കണ ഓത്താണ് പറയും. ഓത്തിൻ്റെ കുഴപ്പമില്ലേ? ഖുർആനിൻ്റെ ശക്തി ശബ്ദത്തുമെന്നല്ല ഉണ്ടാണ്ട്. ശബ്ദത്തിന് ഒരു റോളുണ്ട്, അതിനെ നിഷേധിക്കണില്ല. പക്ഷെ ഖുർആനിനൊരു ശക്തി ഉണ്ട്. ആ ശക്തി ആരോദിയാലും കേവലം പറഞ്ഞു പോയാലും കിട്ടൂലേ? ഖുർആന്റെ ശക്തി അങ്ങനെയാണ്. അത് ചിലപ്പോൾ ഓതിയിട്ടും പറഞ്ഞിട്ടൊന്നും ആവില്ല. അതൊരു കൊച്ചു ഇടപെടലിൽ നിന്നായിരിക്കും ചിലപ്പോൾ കിട്ടേണ്ടത്. ഒരു കുഞ്ഞിടപെടൽ ഒരു മനുഷ്യൻ്റെ. യൂറോപ്പിലെ തെരുവിൽ വിശന്നു വലഞ്ഞ് കൈനീട്ടി നിൽക്കുന്ന ആ മനുഷ്യനെ ആരും ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ഒരു മുസ്ലിമായ മനുഷ്യനല്ലേ വരുന്നത്. എടോ വല്ലതും തരണേ, വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യനെ കൊണ്ടുപോയിട്ട് അയാൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു? അപ്പോൾ അയാൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അള്ളി റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിശക്കണ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ പറഞ്ഞ ആ അള്ളി റസൂൽ ആരാണെന്ന് അയാൾ പഠിച്ചു. അയാൾ ഇസ്ലാം ഉൾക്കൊണ്ടു. അയാൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വന്നു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിച്ചു. അത്രേ ഉള്ളൂ പണി. അപ്പോൾ ഞാനത് ഖുത്ബി പറഞ്ഞപ്പോൾ എൻ്റെ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെ കാണും ഒരാൾ, ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ സഹോദരൻ നൂറുദ്ദീൻ സലാഹി എൻ്റെ താഴെ അടുത്ത കമൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നൂറുദ്ദീൻ സലാഹി പഠിക്കുന്ന ക്ലാസ്സിൽ സീനിയറായി പഠിച്ച ആളെ പറ്റിയാണ് ഈ പറയണത്. അവരുടെ ഖുർആനിൻ്റെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത സംഭവമാണ് ഈ പറയണത്. അപ്പം അതാണ് എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഖുർആൻ നമ്മളെ ഓത്തിൻ്റെ ചൊർക്ക് കുറവൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ രുചിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. ട്രീറ്റ് ചെയ്യണം കേട്ടോ, ട്രീറ്റ് ചെയ്യണം. പകൽ മുഴുവൻ ഭയങ്കര അധ്വാനിച്ചാൽ വൈകുന്നേരം ക്ഷീണിക്കും, അത് ഉറപ്പ്, സംശയമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഉറക്കത്തിനൊക്കെ ഒരു സമയം കണ്ടെത്തി എന്താ നിസ്കാരത്തിന് പോവുകയാണെങ്കിൽ അതിൽ ഒരു പരിധി വരെ അതിൽ ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകും. ഇരിക്കട്ടെ. ഇനി ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പണ്ഡിതന്മാർ പറഞ്ഞു, ഒക്കമാല യജിദു അൽ ജസദ് ലദ്ദത തഅമി ഇൻദ സഖമിഹി, രോഗത്തിൻ്റെ സമയത്ത് ശരീരത്തിന് എന്താ പറയുക ഭക്ഷണത്തിൻ്റെ രുചി കിട്ടാത്ത പോലെ, നല്ലൊന്ന് പനിച്ചാൽ പിന്നെ രുചി കിട്ടൂല, അതേപോലെ കദാലിക ലാ യജിദുൽ ഖൽബു ഹലാവത്തുൽ ഇബാദത്തി മഅ ദുനൂബ്, പാപങ്ങൾ ഉണ്ടായിരിക്കെ ആരാധനയുടെ രുചി ഒരിക്കലും ഹൃദയത്തിന് മനസ്സിന് കിട്ടുകയില്ല, ഹൃദയത്തിന് കിട്ടുകയില്ല. വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്.
ഇനി ദാഖ തഅമുൽ ഈമാൻ, ഈമാനിന്റെ രുചി ആസ്വദിക്കും ആര്? മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കണം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ പോരാ, ഉള്ളിൽ അള്ളാഹ് വേണം. എന്തു വന്നാലും ആദ്യം പടച്ചോനെ ഓർമ്മ വരിക, ആദ്യം പടച്ചോനെ ഓർമ്മ വരിക. ആദ്യം ഭർത്താവിനല്ല, ഭാര്യനല്ല, മോനല്ല, ആദ്യം റബ്ബേ എന്നാണ് ആദ്യം ഓർമ്മ വരിക. അതാണ് അള്ളാഹുൽ തൃപ്തിപ്പെടാറുണ്ട്. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടാൻ പറ്റണം. ഈ കാലത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിലെ പല പല കാര്യം അയച്ചു വെക്കുക, അല്ലെ? ചിഹ്നങ്ങളൊക്കെ എടുത്ത് അയച്ചു വെക്കുക. പള്ളിയിൽ പോകുമ്പോൾ പർദ്ദ, കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു ഡ്രസ്സ്, കൂട്ടുകാരിൻ്റെ വീട്ടിലെ കല്യാണത്തിന് പോകുമ്പോൾ അത് വേറൊരു പരിപാടി, അല്ലേ? കല്യാണത്തിൻ്റെ ആഭാസങ്ങളിലും ആർഭാടങ്ങളിലും പോകുമ്പോൾ വേറൊന്ന്, എല്ലാറ്റിനും ഒറ്റ പേര് വൈബ്. വൈബ് എന്നുള്ള ഒറ്റ വാക്കിൻ്റെ ഉള്ളിലൊക്കെ കൊള്ളും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അത് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടതല്ല. ഇസ്ലാം 100% എവിടെയും അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങ് ബഹിരാകാശ നിലയത്തിൽ ഇസ്ലാമായി ജീവിക്കാൻ പറ്റൂ, ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നിലും ക്ലാരിറ്റി കുറവില്ല. ലൈലുഹാ കനഹാരിഹ എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ച്, അതിൻ്റെ രാവ് പകൽ പോലെ പ്രകാശമുള്ളതാണ്. നമുക്ക് ചില ക്ലാരിറ്റി കുറവുണ്ടാകും, അത് നമ്മളെ പഠനത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ തൗഫീഖിൻ്റെ കുറവാണ്. ചിലത് പഠിച്ചാൽ മാത്രം പഠിയില്ല, പടച്ചോൻ വെളിച്ചം കാണിച്ചു തരാൻ തീരുമാനിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. ചിലതിന് തലയിൽ കയറി കിട്ടൂല, അത് തലയിൽ കയറി കിട്ടണമെങ്കിൽ പടച്ചോൻ ഹിദായത്തിന് തരണം. അതിനാണ് അള്ളാഹുവിൻ്റെ റസൂല് രാത്രിയിലെ ദിക്ർ പഠിപ്പിച്ച്. രാത്രി നിസ്കാരത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബ ജബറാഈല വമീകാഈല, അല്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്റാഫീല ഫാത്തിറ സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന ദുആ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതിന് അവിടെ ഉണ്ട്, അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഫഹ്ദിനി ലിമഖ്തുലിഫ്തു ഫീഹി മിനൽ ഹഖ്. പടച്ചോനെ, എനിക്ക് സംശയമുള്ള നിന്റെ അടിമകൾ ഭിന്നതയിലായ കാര്യത്തിൽ അവസാനം പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന പടച്ച റബ്ബ് നീയാണ്. എനിക്ക് നീ പരിഹാരം ഉണ്ടാക്കി തരണം, എനിക്ക് നീ ഉത്തരത്തിൽ ക്ലാരിറ്റി തരണം. അപ്പം എന്ത് ചെയ്യുന്നറിയോ? പടച്ചോൻ ആ ക്ലാരിറ്റി ഹൃദയത്തിൽ കണ്ട് ഒഴിച്ചു തരും. അപ്പണ് തെളിയും, അപ്പണ് കിട്ടും, അപ്പം അതുകൊണ്ട് ഉൾക്കൊള്ളും, അപ്പം അതാണ് സ്വീകരിക്കും, അപ്പം ഒരു പുതിയ മനുഷ്യനായി മാറും. മനസ്സിലായില്ലേ? പിടിവാശിയാണ്, ആ പിടിവാശിയൻ വിടും, വ്യക്തത വരും. അയലോകത്തെ സഹോദരി വിധവയായ സ്ത്രീ മോൾക്ക് കല്യാണം വന്നപ്പോൾ ആചാര്യടുത്ത് പോയി. ആചാര്യോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം എടുക്കണം, മോള് കല്യാണത്തിനുള്ള പൈസ വേണ്ടിയാണ്. ആചാര്യ എന്ത് ചെയ്തറിയോ? തനി കുണം കാണിച്ചു. ആചാര്യ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കാവുന്നൊരു വില കൊടുത്തിട്ട് ആ പൈസ കൊടുത്തിട്ട് അതിന് വാങ്ങി. രജിസ്ട്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. മക്കൾ തെരഞ്ഞു, മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തുകൊണ്ട് മക്കൾ അങ്ങോട്ടും ചർച്ച ചെയ്തു. അപ്പോൾ നമ്മളെ കാര്യം ആളുകൾ എന്നുള്ളവർക്ക് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ വളരെ മോശമായിട്ട് വാപ്പാനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വാപ്പാക്ക് സ്വർഗ്ഗത്ത് പോകണ്ടേന്ന് വിഷയം, വാപ്പാക്ക് സ്വർഗ്ഗത്ത് പോകണ്ടേ, വാപ്പാനെയും തിരുത്തണ്ടേ. അപ്പോൾ പെങ്ങൾ കൂടി വരുന്നുണ്ട്. പെങ്ങൾ കൂടി വന്ന ദിവസം നല്ല ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ആകളുള്ളൊരു മോളാണ്. മോള് പറഞ്ഞപ്പാ, ഈ കഴിച്ച ബിരിയാണിയിൽ പോലും ഞങ്ങൾക്ക് തൃപ്തിയില്ല, പാക്ക് വിഷമമൊന്നും തോന്നരുത്. ഹറാമായ സമ്പാദ്യം കഴിച്ചാൽ കിട്ടുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട്, ഞമ്മക്ക് ഇഷ്ടം പോലെ അല്ലപ്പാ, എന്തിനാ അത്, ഇപ്പം എന്തേപ്പത്തെന്ന് വെച്ച് മൂപ്പര്, നിങ്ങൾ ഇന്ന ഭൂമി എത്ര റുപ്യൊക്കെ വാങ്ങി. അപ്പം ഞങ്ങൾ 4 ആളും കൂടി തീരുമാനിച്ച് ഉപ്പാൻ്റെ അനന്തര സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട, ഉപ്പാക്ക് വേണ്ട മാതിരി ഇപ്പം ചെയ്തോളി. ശരിക്ക് ആ കുട്ടിൻ്റെ വാപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് അതാണ് നടത്തി കൊടുക്കണം, അതാ വേണ്ടത്, അതാ വലിയ വേണ്ടത്. അതെ, നമ്മൾ ഇവിടുത്തെ ഒരു ഗ്ലാസ് ചായ വലിച്ചു കുടിച്ച് പുറത്ത് പോയി കേട്ടോ, ആ പൈസയും തിരിച്ചെടുത്തു, സംഗതിയാണ്. അവിടെ ഹിദായത്ത് കൽബ് കിട്ടുകൊടുത്തു, അതാ അവിടെ സംഭവിച്ചത്. അത്രയും നേരം ഈ ആയത്ത് ഹദീസ് അറിയേറ്റൊന്നുമല്ല, അതൊന്ന് കത്തി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്താണ്, ദീനിനെ ഇസ്ലാമായി സ്വീകരിക്കണം. വബി മുഹമ്മദ് നബിയ റസൂല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി സ്വീകരിക്കുക. ആ റസൂലായി സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ പറയണത്. പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ചത് പലതും അതിന് നേരെ വിരുദ്ധമാണ് നമ്മളെ പരിപാടികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴാണ് പ്രവാചകനായി സ്വീകരിക്കുക? പ്രവാചകൻ പഠിപ്പിച്ചത് ഫർളുകളെ കാര്യം പറയണം, സുന്നത്തുകളല്ല. എല്ലാ സുന്നത്തും കൂടി എടുക്കാൻ എല്ലാ വ്യക്തികൾക്കും കഴിഞ്ഞോളണമെന്നില്ല, അല്ലേ? ആയിരക്കണക്കിന് സുന്നത്ത് ഓരോ കാര്യത്തിലുണ്ട്. അത് ഓരോ വ്യക്തിക്കും പറ്റിയൊരു മൊഡ്യൂൾ ഉണ്ടാക്കാനാണ് പടച്ചോൻ അങ്ങനെ തന്നത്. 8 മണിക്കൂർ ജോലി ചെയ്യണവനുണ്ട്, ഓരോ 100 കണക്കിന് സുന്നത്തുകളൊക്കെ എടുക്കാം.
അവൻ അവൻ്റെതായ ഒരു സ്റ്റൈലായിരിക്കും. അവന് ഒരുപാട് മണിക്കൂർ യാത്രയാണ്. അപ്പോൾ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സുന്നത്തായി എടുക്കാൻ പറ്റുന്നുണ്ടാവും. ഒരാൾക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈമാണ്. അപ്പോൾ ഒരു വീട്ടിൽ 8 വ്യക്തി ഉണ്ടെങ്കിൽ 8 കോലത്തിലായിരിക്കും ലൈഫ് മൊഡ്യൂള്. 8 കോലത്തിലെ കോമൺ ആയിട്ട് എല്ലാവരും ഉള്ള ഫർളുകൾ ഉണ്ടാകും. മുഅക്കദായ സുന്നത്ത്. മുഅക്കദായ സുന്നത്ത് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമുള്ള 12 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ഉദാഹരണത്തിന് ഇഅ്തികാഫ് മുഅക്കദായ സുന്നത്താണ്. ഖുർആൻ പഠനോ രാത്രി നിസ്കരിക്കാൻ നമ്മൾ പോകും. ഖുർആൻ പഠിക്കാൻ ക്യൂച്ചലസ് പോകില്ല. രാത്രിയിൽ പള്ളി പോയി നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്താ, ഖുർആൻ പഠിക്കൽ ഫർളുമാണ്. ആ ഫർള് അവിടെ ഇട്ടിട്ട് ഈ മുഅക്കദായ സുന്നത്ത് നമ്മൾ എടുക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എഡിറ്റിങ്ങുകൾ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. അപ്പം ആർക്കാണിത് കിട്ടുക? ഈ 3 ക്വാളിറ്റി ഉള്ളവർക്ക് അത് കിട്ടുള്ളൂ. ആ 3 ക്വാളിറ്റി ഉള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അവർ പേടിച്ചിട്ടില്ല. ഹുദാഫ റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കൊണ്ടുവന്ന രംഗം സഅദ് ബിൻ മുആദ് പറയുന്നുണ്ട്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇതിരെ കംപ്ലൈൻറ്റ് വന്നു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അടുത്ത്. സഅദ് ചില ദിവസങ്ങളിൽ ബോധക്ഷയം ബാധിച്ചു വീഴും. പിന്നെ തനിച്ചിരുന്ന് ഇസ്തിഗ്ഫാറാണ്. പിന്നെ ആളുകളെ കാണുന്നില്ല. ഗവർണർ അടുത്ത് നിന്ന് കിട്ടേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആത്മകഥം പോലെ പറയുന്നുണ്ട്, പഠിച്ചോനെ സഅദ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്, ഇന്നേ വരെ മോശമായതൊന്നും കേട്ടിട്ടില്ല, ഒന്നും കേൾപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. വിളിപ്പിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഅദ് ആ ചരിത്രം പറയാണ്. അള്ളാഹുവും ഞാനും ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിലെ വേദനയായിരുന്നു ഇത് ആരോടും പറഞ്ഞിട്ടില്ല ഖലീഫ, അങ്ങയോട് പറയട്ടെ നിർവാഹമില്ലാത്തതുകൊണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഒരു കഥ പറയാം. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആ സ്വഹാബിയെ കൊണ്ടുപോവാണ്. സ്വഹാബിൻ്റെ പേര് ഫിക്റിൽ വരുന്നില്ല. ആ സ്വഹാബിയെ കൊണ്ടുപോവാണ്. കൈകളിൽ ചങ്ങല ബന്ധിച്ച് അദ്ദേഹത്തെ എങ്ങനെ ചണ്ട കൊട്ടി ബഹളമുണ്ടാക്കി അവർ കൊണ്ടുപോകണം. തിഹാമയുടെ മുകളിലെത്തി, പർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോയെന്ന്. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അനുവാദം വാങ്ങി. ആ 2 റക്അത്ത് നിസ്കരിച്ച് അദ്ദേഹം പെട്ടെന്ന് നിസ്കാരം തീർത്ത് അദ്ദേഹം എന്ത് ചെയ്തു? മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി നിന്നെടുത്തു. അപ്പോൾ പറഞ്ഞു, എനിക്ക് സുജൂദ് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഞാനൊരു ഭീരുവാണെന്ന് നിങ്ങൾ ധരിക്കും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല, ദീർഘിപ്പിക്കണില്ല. അങ്ങനെ അദ്ദേഹത്തെ മരണത്തിന് വേണ്ടി കുരിശിൽ തറക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇങ്ങനെ നിർത്തുകയാണ്. ശരീരത്തിലേക്ക് മരത്തിൻ്റെ ആണികളടിച്ച് കൊല്ലുകയാണ് കേട്ടോ. അപ്പം അദ്ദേഹം ഇങ്ങനെ മനോഹരമായ ഗാനം ഇങ്ങനെ ആലപിച്ചുകൊണ്ട് മുസ്ലിമായി മരിക്കണമെന്ന് എനിക്കൊരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പറയാണ്. അവിടെ ഉദ്ധരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് ഈത്തപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. ജസീറത്തുൽ അറബിൽ എവിടെയും ആ ഈത്തപ്പഴം കായ്ക്കണ കാലമായിട്ടില്ല അന്ന്. അപ്പം അത് കറാമത്താണ്, അല്ലാഹു സുബ്ഹാനഹു കൊണ്ടുവന്നെടുത്താണ്. എന്താ, ജീവൻ വെടിയുമ്പോഴും തൃപ്തിയുടെ വാചകം പറഞ്ഞ് മരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അതിലൊരു ആസ്വാദനം കാണുന്നുണ്ട്. അതുകൊണ്ട് ഷാഫി സബയ്യത്തി, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പൂർത്തീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഖുത്ബയിലോ മറ്റൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഫില്ല് ചെയ്യും. അപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും പാപമുക്തരാവാൻ നമ്മളുടെ ജീവിതത്തെ ശക്തമായി വിശകലനം ചെയ്യണം വേണ്ടത്. എങ്ങനെയാണ്? പണ്ഡിതന്മാരോട് ആവർത്തിച്ച് വെച്ച ചോദ്യമുണ്ട്, ആവർത്തിച്ച് ചെയ്യുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഞാനിന്ന് ഒരുപാട് ഫത്വകൾ വായിച്ചു. ഓരോരുത്തർ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ശേഖന്മാരോട് ചോദിക്കണേന് അവർ കൊടുത്ത മറുപടികളുണ്ട്. അതിലെ 10-12 കാര്യങ്ങൾ പറയാം. ഒറ്റൊന്ന് ഞാൻ പറയാം. സാഹചര്യത്തെ നിങ്ങൾ കട്ട് ചെയ്യാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോണിലൂടെയാണ് കാണുന്നതെങ്കിൽ തൽക്കാലം കോളിങ് മാത്രമുള്ള ഫോൺ വേണം തീരുമാനിക്കുക. അത് നിങ്ങളെ എന്തിനെ ബാധിച്ചാലും, അത് ബിസിനസ്സിനെ ബാധിക്കും, അത് ബാധിക്കും. ഖബറിനെ ബാധിക്കണില്ല, വലുതല്ല ബിസിനസ്സിനെ ബാധിക്കില്ല. അഡിക്ഷൻ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അഡിക്ഷനാണ്. അഡിക്ഷൻ്റെ പീരീഡ് കഴിയുമ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിലെ കോഡിങ്ങുകൾ നശിച്ചു പോകുമ്പോൾ, മനുഷ്യൻ്റെ ഇച്ഛകളോടുള്ള ആർത്തിയിൽ നിന്ന്, ആ ചങ്ങലയിൽ നിന്ന് മുക്തനാകുമ്പോൾ, നമ്മളെ നന്മകളിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും അവസാനം ഒരു ഗൈഡ് ലൈനായി പറയാനുള്ളത്. ഈ സദസ്സിൽ ഇവിടെ ഈ സൊഫിലൂടെ ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ ആലി ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൽ അദ്ദേഹത്തെ പരാമർശിക്കാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. കാരണം
ഞാൻ ജാമ്യത്തിൽ പഠിക്കുന്ന കാലത്ത് 2ാം വർഷം മുതൽ ഈ രംഗത്ത് അൽഹംദുലില്ലാഹ് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും അദ്ദേഹം ഉണ്ടാവും. ഒന്ന് റെക്കോർഡിങ്ങും ഒന്നുമില്ല. അപ്പം നമുക്ക് 1, 2, 3 പ്രസംഗത്തിൻ്റെ ഓർഡർ ഉണ്ടാകുക. നമ്മൾ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ മൂപ്പര് എന്നും മുന്നിലുണ്ടാവും. ഞാൻ അങ്ങനെ ഇടങ്ങാറ്. ഒരു ദിവസം ഞാൻ മൂപ്പരോട് പറഞ്ഞു, അജയ് നിങ്ങൾ വന്നിരുന്ന എനിക്ക് പ്രസംഗം വരുന്നില്ല, സ്ഥിരമായിട്ട് നിങ്ങൾ തന്നെ എൻ്റെ പ്രസംഗം കേൾക്കേണ്ടി വരല്ലേ. അപ്പോൾ ഒരു ദിവസം എന്നെ അദ്ദേഹം തിരുത്തി, അതെ നിങ്ങൾ അന്ന് അവിടെ പറഞ്ഞ ആ പോയിൻ്റ് എവിടെ പറയട്ടെ. നമ്മളൊക്കെ വളരുന്നതിൽ, നമ്മളെ വളർത്തുന്നതിൽ വലിയ റോള് നിർവഹിച്ച ഓരോ പ്രബോധകന് വേണ്ടി പ്രാർത്ഥിച്ച് ഇടപെട്ട് മുന്നോട്ട് പോയൊരു വലിയ മനുഷ്യൻ. നമുക്ക് നമ്മളെ വാപ്പ മരിക്കുമ്പോഴേ വേദന അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തോന്നുന്നത് എന്തുകൊണ്ടാ? 24 മണിക്കൂർ ഇതായിരുന്നു, ദീനായിരുന്നു അദ്ദേഹത്തിന്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. കൂടെ നമ്മൾ നാണിനെ ഓർക്കണം. ഓരോ പോസ്റ്ററിൻ്റെയും ഓരോന്നിൻ്റെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പശ ഒട്ടാത്ത ഒരു പോസ്റ്റർ ഉണ്ടാവില്ല. വളരെ പ്രയാസകരമായ രോഗാവസ്ഥയിലൂടെ പോകുകയാണ്. ഒക്കെ കഴിഞ്ഞു ഡോക്ടർമാർ പറഞ്ഞ സമയമുണ്ട് അല്ലേ. ഒക്കെ എണീറ്റ് വന്ന് പഴയതിലേറെ സജീവമായി അദ്ദേഹം രംഗത്തുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മളെ മുമ്പിൽ വലിയൊരു പരീക്ഷണമുണ്ട്. മെയ് മാസത്തിൽ വലിയ പരീക്ഷണമാണ്. ക്യാൻസറിനെക്കാളും കിഡ്നിനെക്കാളും വലിയ പരീക്ഷണമാണ്. എന്താ അറിയോ, കേരളം എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയാം. ഓരോ ദിവസവും ഫിലാഡൽഫിയയിലെ തെരുവിൽ MDMA ഉപയോഗിച്ച് വീണ് കിടക്കുന്ന മനുഷ്യരുടെ വീഡിയോ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് വേദികളിൽ പ്രദർശിപ്പിച്ച് വിസ്ഡം പറഞ്ഞിട്ടുണ്ട്, വിസ്ഡം യൂത്ത് പറഞ്ഞിട്ടുണ്ട്, നാടെങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരമൊന്നുമല്ല. യൂറോപ്പ് അതേപോലെ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന്, യൂറോപ്പിൽ എന്താ സംഭവിച്ചത് അതൊക്കെ ഉണ്ടാവും എന്നറിയണോണ്ടാ പറഞ്ഞത്. നടന്നുകൊടുക്കുകയാണ്. അപ്പം അതിന് അണകെട്ടാൻ ആരുമില്ല, പ്രശ്നം പറയാൻ എല്ലാവരും ഉള്ളൂ. പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥികളുടെ വലിയൊരു സമ്മേളനം വരികയാണ്. വിദ്യാർത്ഥികളുടെ വലിയൊരു സമ്മേളനം. കേരളത്തിലെ നാനാദിക്കിൽ നിന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, വെറും വർത്താനല്ല, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മളൊരിക്കൽ ഇടത്തിലേക്ക് വരികയാണ്. ഇടത്തെക്കാളും വലിയ എണ്ണമാണ് വരിക. അതൊക്കെ മാനേജ് ചെയ്യണം നമുക്ക്. അപ്പം പ്രാദേശികമായിട്ട് ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും പെരിന്തൽമണ്ണക്കാരാണ്. നിങ്ങൾ 20 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും. നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഈ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയും പിടിച്ച് ആൾ വരുമ്പോൾ നമ്മളെ നാട്ടിലെ കുട്ടികൾ ഓകാലത്തുമ്പോൾ തന്നെ ഇരിക്കുക, ക്ലബ്ബിൽ തന്നെ ഇരിക്കുക. മോനെ റൊണാൾഡോൻ്റെ കുപ്പായിട്ട് കണ്ട് അവിടെ അങ്ങനെ വർത്താനം പറയും. ഇതാകരുത്. ഓരോ വീട്ടിലും കയറി സംസാരിച്ച് കുട്ടികളെ പൊറുക്കിക്കൊണ്ടിരണം. അതിനെന്താ അറിയോ, അതിന് ആ ദിവസം മാത്രം നോക്കി നടക്കില്ല. അതിൻ്റെ പ്രീ വർക്കുകളുണ്ട്. ചെയിൻ പ്രഭാഷണം വരുന്നുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നോമ്പ് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു പരിപാടി നടക്കണം. അത് സ്റ്റുഡൻസാണ്. കുട്ടികൾ ഈ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാനാണ് സുഹൃത്തുക്കളെ? അത് നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ പറയുന്നത് വിസ്ഡം യൂത്തിൻ്റെ പ്രവർത്തകരെ പ്രത്യേകിച്ച് ആ വിഷയത്തിൽ ഗൗരവപൂർവ്വം ഞാൻ ഉണർത്തുകയാണ്. പെരിന്തൽമണ്ണയിലെ അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ടോയ്ലറ്റ് തയ്യാറാക്കണം, വെള്ളം വേണം, അക്കമഡേഷൻ ഒക്കെ വേണം. അതിലൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കണം. നമ്മൾ MDMA-യും കൊലപാതകങ്ങളും കണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരല്ല, നമ്മൾ അതിനെതിരെ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. അത് ഏറ്റെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് പറയുന്നു. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാത്തരം പാപങ്ങളും നമ്മളെ മോചിതരാക്കുമാറാകട്ടെ. പല നിലക്കും വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഞാനിവിടെ പേര് പരാമർശിച്ചവരും പരാമർശിക്കാത്തവരുമായ ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവരുടെ അസുഖത്തിലും രോഗത്തിലുമുള്ള ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു